ഫൈനലി വേട്ടക്കാരൻ ഇരുവരെയും ഒന്നിച്ചു കണ്ട സന്തോഷത്തിൽ ആർമാദിച്ചു. കൈമുട്ട് തറയിൽ കുത്തി തല താങ്ങി ചരിഞ്ഞു കിടപ്പാണ് നന്ദൻ. ചുണ്ട് താളം പിടിച്ചു. பார்த்த முதல் நாளே உன்னை பார்த்த முதல் நாளே காட்சி பிழை போலே உணர்ந்தேன் காட்சி பிழை போலே ஓரலையாய் வந்து எனையடித்தார் கடலாய் மாறி பின்னெனை இழுத்தார் என் பதாகை தாங்கிய உன்முகம் என்று മറയാതെ. മറന്നാ ഞാനങ്ങ് വരും. തൊട്ടടുത്ത് കിടന്നവൾ നക്ഷത്രങ്ങളെ നോക്കി ചിരിയാണ്. താൻ ഹൈ ആണോ? ഇല്ലെന്ന് തലയാട്ടി മീര പിന്നെയും ചിരിക്കുന്ന കണ്ട് നന്ദൻ മുഖം തിരിച്ച് തൻ്റെ നേർക്കാക്കി. പ്രണയം വഴിയുന്ന വിഴികൾ. കുറുമ്പ് കൂടിയിട്ടുണ്ടെന്ന് മാത്രം. കുറച്ചകത്തു പോയതിൻ്റെയാ. എനിക്ക് ரொம்ப പിടിച്ച ലൈൻസ് പാടുற മീനിങ് சொல்லணும். ഈ പാട്ടിലോ? യെസ്. മീര ചരിഞ്ഞു കിടന്ന നന്ദന്റെ ടീഷർട്ടിന്റെ ബട്ടണിൽ പിടുത്തമിട്ടിരുന്നു. ലാസ്യമായ നോട്ടത്തോടെ. ആഴത്തിൽ ആ നോട്ടത്തിൽ കുടുങ്ങി നന്ദൻ മൂളാൻ തുടങ്ങി. കൺ പാർത്ത് കഥയ്ക്ക മുടിയാമൽ നാനും തവിക്കിன்ற ഒരു പെണ്ണും നീതാൻ കൺ കൊട്ട മുടിയാമൽ പാർക്കും സലിക്കാத ഒരു പെണ്ണും നീതാൻ സലിക്കാத ഒരു പെണ്ണും നീതാൻ. സൊല്ല. ഹാ, അടിച്ച് കിളി പോയിരിക്കുവാണ്. നന്ദൻ പുഞ്ചിരി പൊഴിച്ചു. കണ്ണിൽ നോക്കി സംസാരിക്കാൻ കഴിയാതെ ഞാൻ കഷ്ടപ്പെടുന്ന ഒരു പെണ്ണുണ്ടേൽ അത് താനാ. അറ്റ് ദ സെയിം ടൈം കണ്ണ് മൂടാൻ കഴിയാതെ ഞാൻ നോക്കി നിന്ന് പോകുന്ന പെണ്ണും താനാ. പുറിഞ്ചുതാ. അതിൻ്റെ മറുപടി മീര കൊടുത്തത് ടീഷർട്ടിലേക്ക് തൻ്റെ മുഖം ആഴ്ന്നിറക്കിയാണ്. ഗന്ധം നുകർന്നാണ്. അഗ്നി അവനിലേക്കും പടർന്നു. മീരയെ തൻ്റെ മാറിൽ പൊതിഞ്ഞ് നന്ദൻ ആവേശത്തിൽ മുടിയിഴകളെ വകഞ്ഞു. കാതിലേക്ക് ചുണ്ട് നുഴഞ്ഞിറങ്ങി. അവിടുന്ന് കഴുത്തിലേക്ക് കുറ്റിത്താടി അമർന്ന് അധരങ്ങൾ മുദ്ര പതിപ്പിച്ചു. മീര വിറങ്ങലിച്ചു. വലിക്കിതാ. നന്ദൻ അവളെ അടർത്ത് മാറ്റിയിട്ടും ഇല്ലെന്ന് തലയാട്ടി അവന് മുകളിൽ കയറിയിരുന്നു മീര. പണ്ടെങ്ങോ താനൊരു ക്ലാസ് റൂമിൽ കണ്ടവൾ. വാതിൽക്കൽ നിന്ന് താൻ പാടുന്നത് കൗതുകത്തോടെ നോക്കിയവൾ. ഇന്നവൾ തൻ്റെ കഴുത്തിന് ലക്ഷ്യം വെച്ച് വരുന്നു. ഒരു നേർത്ത ചുംബനത്തിൽ തുടങ്ങി തുടരെ പല്ലുകൾ അവൻ്റെ കഴുത്തിൽ ആഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു. നന്ദൻ കണ്ണ് മുറുക്കിയടച്ചു. ഡ്രസ്സിംഗ് റൂമിലെ കണ്ണാടിയിൽ കണ്ട നീലിച്ച പാടിനെ തലോടി നിന്നു നന്ദൻ. ഓർമ്മകളിൽ മീരയുടെ മുഖം. അവൾ തന്നെ മുറുകെ പുണരുന്നത്, കൊഞ്ചുന്നത്, മറക്കാതിരിക്കാനെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും കടിക്കുന്നത്. അവൻ അറിയാതെ പുഞ്ചിരി മുട്ടിട്ടു. നന്ദ. കുറെ നേരമായി അവനങ്ങനെ നിൽക്കുന്നത് കണ്ട് വന്നതാണ് ബാസിദ്. അടുത്ത നീയാ? സ്റ്റേജിൽ ഓർക്കസ്ട്ര ഒഴുകാൻ തുടങ്ങിയിരുന്നു. വയലിൻ, ഡ്രംസ്, കീബോർഡ്, ഫ്ലൂട്ട്, ഗിറ്റാർ തുടങ്ങി ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം സ്റ്റേജിൻ്റെ വശങ്ങളിൽ നിരനിരപ്പുണ്ട്. അതിലുള്ള പാടവം തെളിയിച്ച് കലൈഞ്ചർ ബാൻഡിൻ്റെ ബിരുദന്മാരും. ഉപകരണങ്ങളുടെ ശബ്ദം വായുവിൽ ഒന്നിച്ച് പൊടുന്നനെ നിശബ്ദമായി. ഇരുട്ടിൽ മൂകമായ കാണികളും മൂകമായ സദസ്സും. സ്പോട്ട്ലൈറ്റ് സ്റ്റേജിന് നടുവിൽ പതിഞ്ഞു. ഹൈ ചെയറിലിരിക്കുന്നു നന്ദൻ. പതിഞ്ഞ സ്വരത്തിൽ അവൻ പാടി. ഇരു കൈകൊണ്ട് മൈക്ക് അടുത്തേക്ക് പിടിച്ച് കണ്ണടച്ച്. പെൺ ഇല്ലാத ஊரிலே അടിയാൻ പൂക്കേற்பതിல்லை பெண் இல்லாத ஊரிலே கொடிதான் பூ பூப்பதில்லை உன் புடவை முந்தானை சாய்ந்ததில் இந்த பூமி பூ பூத்தது இது கம்பன் பாடாத சிந்தனை இந்த காதோடு யார் சொன்னது புது வெள்ளை மழை எங்கு பொழிகின்றது இந்த கொள்ளை நிலாவுடன் நனைகின்றது இங்கு சொல்லாத இடம் கூட குளிர்கின்றது மனம் சூடான இடம் தேடி അലകിன்றது. ഓർക്കസ്ട്ര ഉയർന്നു. അതിനകത്ത് നന്ദന്റെ വോയിസും. നദിയേ നീയാനാ കരൈനാനേ சிறு பறவை നീയാനാ ഉൻ വാനം നാനേ. പുതിയ ഫോൺ ഓൺ ആയതും എത്തിയ ആദ്യ മെസ്സേജ്. ആർത്തിയോടെയാണ് മീര വാട്സപ്പ് തുറന്നത്. നന്ദൻ. നല്ലപോലെ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് പോയവനാണ്. കോളേജിൽ നിൽക്കാൻ നിർബന്ധിച്ചപ്പോൾ തനിക്കവിടെ പർപ്പസ് ഇല്ലെന്ന് പറഞ്ഞവൻ.
ഇപ്പൊ പർപ്പസ് കിട്ടിയോ ആവോ? പെൺ ഇല്ലാத ஊரிலே அடியான் பூக்கேற்பதில்லை பெண் இல்லாத ஊரிலே கொடிதான் பூ പൂപ്പതിல்லை. മീര കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. കഴുത്തിലെ ഷോൾ നീക്കി. നീലിച്ച ഇടത്തിൽ കുറ്റിത്താടി വീണ്ടും അമരുന്ന പോലെ. എന്തടി അവിടെ? ആര് വാങ്ങി തന്നതാടി ഫോണ്? അച്ഛൻ. പെട്ടെന്ന് അവൾ ഫോൺ ഓഫാക്കി. അച്ഛാ, നവീൻ മേടിച്ചു തന്നതാ. നിനക്കിവിടെ വഷളാക്കി ഇനിയും തൃപ്തിയായില്ലേ നവി? പിന്നിൽ നവീൻ നിൽക്കുന്നത് പിന്നെയാണ് അവൾ ശ്രദ്ധിക്കുന്നത്. അവൻ സത്യം പറയോ? ഇന്നത്തെ കാലത്ത് പഠിക്കാനൊക്കെ ഫോൺ വേണോ അച്ഛാ? ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉള്ളതാ. മീര വേഗത്തിൽ തല കുലുക്കി. അതെ അച്ഛാ, പഠിത്തമല്ലാതെ വേറെ എന്തെങ്കിലും മനസ്സിൽ കൊണ്ട് നടന്ന. ശേഖരൻ വിരൽ ചൂണ്ടി. വേറൊന്നും ഇല്ല അച്ഛാ. നിന്നോടും കൂടിയാ. നവീനെ ദഹിപ്പിച്ചയാൾ ചവിട്ടിത്തുള്ളി പോയിരുന്നു. നവീൻ വാതിലിൽ ചാരി കൈകെട്ടി. നോട്ടം ഫോണിലല്ല തൻ്റെ കഴുത്തിലാണെന്ന് മീരയ്ക്ക് പതിയെയാണ് കത്തിയത്. അവനെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഷോൾ വലിച്ചിട്ട് മീര മുഖം തിരിച്ചു. എത്ര കിട്ടിയാലും പഠിക്കരുത്. അവൾ ഇളിച്ചു. ഞാൻ മിണ്ടാ നവി. ഓ വേണ്ട, നമ്പർ തരാം നവി. എന്നാ പറ, എനിക്ക് കാണാതെ അറിയില്ല, മിസ് കോൾ ഇടാം. നമ്പറുകൾ കൈമാറി അവർ ചിരിച്ചുകൊണ്ടിരുന്നു. ഇനി മറ്റേ പെങ്കോച്ചിനെ വിളിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. വിളിച്ചാൽ എടുക്കുമല്ലോ. പക്ഷെ വിളിച്ച് വെറുപ്പിക്കരുത് പ്ലീസ്. ഞാൻ എപ്പോഴാടി വിളിച്ച് വെറുപ്പിച്ചേ? നിന്നെ വിളിക്കാൻ വഴിയില്ലാഞ്ഞിട്ട് ആ കൊച്ചിനെ ശല്യം ചെയ്തതാ. നിന്നോടല്ലാണ്ട് ചെയ്തതിനൊക്കെ സോറി. കെട്ടിക്കാൻ എനിക്കിട്ടോ ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്തതല്ല. അങ്ങനെയെങ്കിലും നിന്റെ പഠിപ്പ് നിൽക്കൂലല്ലോ എന്ന് കരുതിപ്പോയി. പിന്നെ പഠിപ്പിക്കാൻ വേറെ വഴിയൊന്നുമില്ലാത്ത പോലെ. എടി, നീയും കണ്ടതല്ലേ ഇവറ്റകളെ സ്വഭാവം? എന്നാലും സോറി. ഇനിയും പറയണോ? മീര ചിണുങ്ങി നവീനെ കെട്ടിപ്പിടിച്ചു. പിന്നെ അന്ന് ഏട്ടനെ പിടിച്ച് മാറ്റിയതിന് താങ്ക്സ് ടോ. സോപ്പിടടി സോപ്പിട്. എന്നിട്ട് അവനെന്ത് ചെയ്യാ ഇപ്പോൾ? മീര ഫോണിൽ വന്ന വീഡിയോ പ്ലേ ആക്കി. നന്ദൻ പാടുന്നത് അവനും ആദ്യമായി കേൾക്കുകയായിരുന്നു. അളിയന് ഭാവിയുണ്ടല്ലോടി. അവൾ വീഡിയോയിൽ നിന്ന് കണ്ണെടുത്തിരുന്നില്ല. വീണ്ടും തേക്കോ ചെറുക്കന്? ഞാനെന്താ ആസ്ഥാന തേപ്പത്തിയോ? അല്ലേ നവി? നാളുകൾക്ക് ശേഷം വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയ ആവേശത്തിൽ അവർ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. മീരയുടെ പേരിൽ നടന്ന വഴക്കറിഞ്ഞ് രാധിക രാജീവനുമായി വഴക്കുണ്ടാക്കിയിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു വരില്ലെന്നും പറഞ്ഞു. അതിനാൽ രാജീവൻ താമസം രാധികയുടെ ഒപ്പമാക്കിയത് കാരണം അത്താഴവും കഴിഞ്ഞ് വൈകിയാണ് നവീൻ പോയത്. റൂമിൽ കയറി മീര കഥ കടയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് റൂമിലേക്ക് ഷീറ്റും തലയണയും പിടിച്ച് അവളുടെ അമ്മ വരുന്നത് കാണുന്നത്. അമ്മ എങ്ങോട്ടാ? മാറ്. എങ്ങോട്ടാന്ന്? മീരയെ തള്ളിമാറ്റി രേവതി തലയണ കട്ടിലിൽ വെച്ച് കിടന്ന് ഷീറ്റ് കൊണ്ടങ്ങ് മൂടി. ഇവിടെ കിടക്കണ? നിന്റെ ഫോൺ കണ്ടപ്പോൾ നിന്റെ തന്തയ്ക്ക് ആദി രാത്രി നീ വല്ലവനോടും കിന്നരിക്കുമെന്ന് നശിപ്പിക്കാനായിട്ട്. അതിന് കേറി കിടക്കടി. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാം. അങ്ങേരെ ഈഗോ ഒന്ന് അടങ്ങട്ട്. വേറെ വഴിയില്ലാതെ മീര വാതിലടച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോവുമല്ലോ അല്ലേ? അച്ചി വിടന്ന് പുച്ഛിച്ച രാജീവനെ ഞാൻ പാക്ക് ചെയ്തില്ലേ? വിശ്വസിക്കടി. അമ്മയാണാ പറഞ്ഞു വിട്ടെ? മറുപടിയൊന്നും കൊടുക്കാതെ രേവതി ചുരുണ്ടുകൂടിയെങ്കിലും ഇയർഫോൺ കാതിൽ വെച്ച് മീര തിരിഞ്ഞു കിടക്കുന്ന കണ്ടവർ എത്തി നോക്കിയിരുന്നു. നോക്കട്ടെടി. നന്ദൻ പാടുന്ന വീഡിയോ അവൾ അമ്മയ്ക്കും കാണിച്ചു. എല്ലാവർക്കും അവനെ ശരിക്കും പിടിക്കുന്നുണ്ട്. നല്ല കൊച്ചനാ. നിന്റെ തന്തയെപ്പോലെ വല്ലവനും ആയിരുന്നേൽ ഞാൻ നിന്നെ എപ്പോഴേ അടുപ്പിലാക്കിയേനെ. മീര ഞെട്ടി നോക്കി. ഇതൊക്കെ ഇത്രയും നാൾ എവിടെയായിരുന്നു? പോടി പോടി. രേവതി തിരിഞ്ഞു കിടന്നു. അമ്മ ഉറക്കമായെന്ന് മനസ്സിലായതും കൈ കഴുത്തരുകിൽ വെച്ച് ഇയർഫോൺ കാതിൽ തിരികിയിരുന്നു മീര. വർഷങ്ങൾ കൊഴിഞ്ഞപ്പോൾ കടൈസി ഒരു ലവ് സോങ്. ഇരുട്ടിൽ കണ്ണുമിഴിച്ച് ആരവത്തോടെ ഇരിക്കുന്ന കാണികൾക്ക് നടുവിൽ നിന്നാണ് സ്റ്റേജിലുടനെ സ്പോട്ട്ലൈറ്റ് വീണു. കാണികൾ ആവേശത്തോടെ നോക്കുമ്പോൾ ബ്ലൂടൂത്ത് മൈക്കും പിടിച്ച് ചിരിക്കുന്നുണ്ട് നന്ദൻ. കണ്ടിപ്പാ ലവ് സോങ് താ വേണുമാ? ആമാ. സ്റ്റേജിന് തൊട്ടടുത്ത് ആടിത്തളർന്ന കുട്ടികളാണ്. അവർക്ക് നടുവിലേക്ക് ചാടിയിറങ്ങി നന്ദൻ. കണ്ടിപ്പാ. മൈക്ക് അതിലൊരു പെൺകുട്ടിയുടെ നേർക്ക് നീട്ടി. പ്ലീസ് നാ, പ്ലീസ് നാ. കാണികൾക്ക് മധ്യേ നന്ദൻ മൈക്ക് ചുണ്ടോട് ചേർത്തു. ആരവമുയർന്നു. ദിസ് ഇസ് ഫോർ മൈ ഗേൾ ഫ്രണ്ട്. നാണത്തോടെയുള്ള പതിഞ്ഞ സ്വരം കാണികളെ മയക്കാൻ തുടങ്ങിയിരുന്നു. தனியாக பேசிடும் சந்தோஷம் தந்தாய் பெண்ணே பெண்ணே. அடிது போல் மழைக்காலம் என்
வாழ்வில் வருமா? നന്ദൻ മൈക്ക് കാണികളിലേക്ക് വെച്ചു. അവർ ഒപ്പം പാടുന്നു. மழைக்கிளியே மழைக்கிளியே உன் கண்ணை கண்டேனே, விழி வழியே விழி வழியே நான் என்னை கண்டேனே, செந்தேனே. പലവട്ടം കണ്ടിട്ട് മതിവരാതെ മീര വീഡിയോ റിപ്പീറ്റ് മോഡിലിട്ടു. പ്രത്യേകിച്ച് ദിസ് ഈസ് ഫോർ മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന ഭാഗം. നിനക്ക് ഇന്നല്ലേടി ജോയിനിങ്? പെട്ടെന്നാണ് ശേഖരൻ റൂമിലേക്ക് വന്നത്. ആച്ചാ. ഫോൺ കമിഴ്ത്തി വെച്ച് ഗൗരവം വരുത്തി മീര സാരി ഇസ്തിരിയിടുന്നതിൽ ലയിച്ചു. ഉള്ളാൽ നന്ദന്റെ ശബ്ദത്തിലും. இந்த காதல் வந்து விட்டால் நம் தேகம் மிதந்திடுமே, விண்ணோடும் முகிலோடும் விளையாடி திரிந்திடுமே, விழி மூடி யோசித்தால் அங்கேயும் வந்தாய் മുന്നേ മുന്നേ. ദാ സാരിയുടെ മേലൊരു ഫോട്ടോ പറന്നു വീണു. നിന്റെ ഫോട്ടോ അവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. അവൻ വിളിക്കും, എടുക്കണം. കനപ്പിച്ച് പറഞ്ഞയാൽ പോകുന്നത് നോക്കി പുരുകം ചുളിച്ച് നിന്നു മീര. ഒരു മനുഷ്യനെ ഇതിൽ കൂടുതൽ രാവിലെ വെറുപ്പിക്കാൻ പറ്റോ? അതും ആദ്യമായി ജോലിക്ക് പോകുന്ന അന്ന്. ആരോടും മിണ്ടാതെ വേഗത്തിൽ റെഡിയായി ഒറ്റ പോക്കായിരുന്നു അവൾ. വഴിയിലേക്ക് കയറിയപ്പോൾ ഓപ്പോസിറ്റ് ബൈക്കിൽ വരുന്നുണ്ട് ആൻഡോ. നിന്നെ കടന്നല കുത്തിയാടി. മറുപടിയില്ലാതെയുള്ള പോക്ക് കണ്ട് ആൻഡോ വണ്ടി വളച്ച് മുന്നേ നിർത്തി. കേറങ്ങോട്ട്. സാരിത്തുമ്പ് കയ്യിൽ പിടിച്ച് മീര പിന്നിൽ കയറി. തന്തപ്പടിയാണ് അടി. ഏതോ ഒരുത്തൻ്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടിട്ട് പോയടാ. ഇവരുടെയൊക്കെ വിചാരം എന്താ? ഫോട്ടോ അല്ലേ, അതിന് നീ എന്തോന്നിന് ഇപ്പോഴേ തിളയ്ക്കണേ? എന്നാലും ഒരു മര്യാദയില്ലേ? ലവൻ അറിഞ്ഞാ? ഇല്ല. അതാണ് ബുള്ളറ്റ് ഇതുവരെ കാണാത്ത. മീരയ്ക്ക് ചിരിക്കാനൊന്നും തോന്നിയില്ല. അച്ഛൻ ഭ്രഷ്ട് കൽപ്പിച്ചതിൽ പിന്നെ 4-5 മാസം കൂടുമ്പോഴാണ് നന്ദനെ ഒന്ന് കാണുന്നത്. അതും ദൂരെ നിന്നുള്ള ഒരു നോട്ടമോ ചിരിയോ മാത്രം. ഇനി ഇതും കൂടി പറഞ്ഞ് അവനെ ടെൻഷനാക്കുന്ന എന്തിനാ? ആൻഡോ സ്കൂളിന് മുന്നിൽ നിർത്തി പോയിരുന്നു. ഗേറ്റ് കടന്ന് സ്കൂളിന്റെ തേരി ഇറങ്ങുമ്പോഴാണ് പതിയെ ദേഷ്യം കെട്ടടങ്ങുന്നത്. പകരം മറ്റൊരു ടെൻഷൻ ഉടലെടുക്കുന്നതും. തൻ്റെ സ്കൂൾ 9 വർഷങ്ങളാവില്ലേ ഇവിടുന്ന് പടിയിറങ്ങിയിട്ട്. എന്നിട്ടും ഒരു മാറ്റവുമില്ല. അതേ ഗ്രൗണ്ട്, അതേ സ്റ്റാഫ് റൂം, അതേ ക്ലാസ് റൂം. 2ാമത്തെ നിലയിലെ കൈവരിയിൽ മീര കണ്ണുടക്കി നിന്നു. എത്രയോ വട്ടം നന്ദൻ്റെ ഒപ്പം നിന്നേക്കുന്നു. പ്രൊപ്പോസ് ചെയ്യുമ്പോൾ, ക്ലാസ് കട്ട് ചെയ്യുമ്പോൾ, മഴ നനയുമ്പോൾ. അവിടുന്ന് കൈപിടിച്ച് ഒരുമിച്ചോടിയ വരാന്ത, മേലേക്കുള്ള പടിക്കെട്ട് ഒന്നും മാറിയിട്ടില്ല. 4ാം നിലയിലെ ഗ്രില്ലൊഴികെ. പകരം അവിടെ ക്ലാസ് മുറികൾ. അന്ന് ഇറങ്ങിപ്പോകുമ്പോഴുള്ള വീർപ്പുമുട്ട് ഉള്ളിൽ തികട്ടുന്നു. എന്നോ മരിച്ചു വീണ ലീഡർ മീര ഉള്ളിൽ ജനിക്കുന്നുണ്ടോ? സ്റ്റാഫ് റൂമിന്റെ ജനൽ വഴി മീര കണ്ണോടിച്ചു. സോഡാ കുപ്പി ഫിറ്റ് ചെയ്തിരിപ്പുണ്ട് ജൂലി മിസ്. കണ്ടപാടെ സാരി ഒതുക്കി പിടിച്ച് ഓട്ടമായിരുന്നു മീര. വന്നു നിന്നത് മാവിൻ ചുവട്ടിലും. പണ്ടാരം സാരി കാരണം തിട്ടയിലിരിക്കാനും പറ്റില്ല. ടീച്ചർ സാരി ഉടിക്കണമെന്ന് കണ്ടുപിടിച്ചവനെയൊക്കെ കയ്യും വിറയ്ക്കുന്നു. എന്താ ചെയ്യാ? വേറെന്ത് ചെയ്യാൻ? ഫോൺ ലാസ്റ്റ് ഡയൽ നമ്പർ ഓർമ്മപ്പെടുത്തി. പാവൻ നൈറ്റ് പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് ഉറങ്ങാവും. 3ാമത്തെ റിങ്ങിൽ കോൾ അറ്റൻഡ് ആയിരുന്നു. നന്ദ. ഉറക്കത്തിലാ? പറയാ. എനിക്ക് പേടിയാവാ നന്ദ. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞവൾ ആർത്ത് നിശ്വസിച്ചു. എന്നാച്ച്? നന്ദൻ കണ്ണു ചിമ്മിയെങ്കിലും ഭാരത്താൽ തുറക്കാൻ കഴിഞ്ഞില്ല. ജോയിൻ പണലയാ? ജൂലി മിസ്ഡാ. തലചൊറിഞ്ഞ് നന്ദൻ കണ്ണു തുറന്നു. നന്ദ സ്വന്തമല്ല അതൊരു ടോക്സിക് പ്ലേസ്ന്ന്. എതുക്ക് മീര അങ്ങേ പോണു? വാശിപ്പുറത്ത് ചെയ്തതാണ്. എന്താ ഇപ്പോൾ ചെയ്യാ? പർവാല്ല, പോയി ജോയിൻ പണ്ണ്. ഷീ ലൈക്സ് യു എനിവേ. നീ അവർ ചെയ്തതൊക്കെ മറന്നോ? അതെല്ലാം ഉമ്മേല ഇരുന്ന് ലவ்வில் பண்ணது தான். നന്ദ. പ്രകോപിതമായ വിളിക്ക് ശാന്തമായിരുന്നു മറുപടി. മീര. ഒന്നും ആകാത്, പോയി ജോയിൻ പണ്ണ്. ഷുവർ? വെരി ഷുവർ. സോറി, നിന്റെ ഉറക്കം പോയല്ലേ? പരവാല്ല, ഇപ്പൊ ചൊല്ല്. പറയാ. മീര അടക്കിച്ചിരിക്കുന്നത് പാതി ഉറക്കത്തിലും രസിക്കുന്നുണ്ടായിരുന്നു നന്ദൻ. സകല ധൈര്യവും സംഭരിച്ചാണ് മീര കാൽ തിരിച്ചത്. നോക്കുമ്പോൾ സ്റ്റാഫ് റൂമിന് മുന്നിൽ പരിചയമുള്ള മുഖം. ചേച്ചി, ചേച്ചി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നു. വീണ ഓടി വന്നവളെ ചേർത്ത് പിടിച്ചിരുന്നു. കുറെ നാളായല്ലോ. നന്ദൻ വിളിച്ചു അല്ലേ? അവനൊരു സമാധാനം വേണ്ടേ? നീ വാ. വീണ അവളെയും കൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് കയറി. അവസാനം ഇവിടെ നിൽക്കുമ്പോഴാണ് താനും നന്ദനും
ഭയക്കരുത്. അന്ന് കരഞ്ഞെങ്കിലും ഇന്നവൻ തൻ്റെ ഒപ്പമുണ്ട്. ആദ്യമായി സ്കൂൾ കാണുന്ന കുട്ടിയെപ്പോലെ മീര ജൂലി മിസ്സിന് മുന്നിൽ ചെന്നു. മിസ്, മീര അലുമിനിയ ഇന്ന് ജോയിൻ പറഞ്ഞു തീർത്തില്ല. ജൂലി ചാടി എണീറ്റ് അവളെ തോളോട് ചേർത്തു. മോൾക്ക് സുഖമാണോ? മോളോ? സുഖം മിസ്. മിസ്സിനോ? ആ, തട്ടിയും മുട്ടിയും പോണു. മോള് വന്നേ, ബാക്കി എല്ലാരെയും കാണിച്ചു തരാം. കൊമേഴ്സിലെ ദീപ ടീച്ചറെയാണ് ജൂലി ആദ്യം പരിചയപ്പെടുത്തിയത്. ടീച്ചറാ ഇപ്പോൾ ഡെപ്യൂട്ടി HM. കാണാം മീര, എന്നാൽ ഞാനങ്ങോട്ട്. ശരി മാം. ദീപ ടീച്ചർ പോയതിന് പിറകെ അവർ സയൻസ് വിഭാഗത്തിലെ ഓരോ ക്ലാസ്സും പരിചയപ്പെടുത്തി. ഗോപൻ സാറും ഉഷ മിസ്സും റിട്ടയർ ആയിട്ടുണ്ട്. മീരയുടെ കല്യാണമൊക്കെ ആയില്ല. ഒരുപാട് വൈകിയല്ലോ. ഒന്ന് തുറപ്പിച്ചു നോക്കാൻ തോന്നിയിട്ടും അവളൊന്നും മിണ്ടിയില്ല. ഉള്ള പ്രശ്നങ്ങളൊക്കെ എടുത്ത് തലയിൽ വെച്ച് തന്നിട്ട് കല്യാണം പോലും. മീര ഇന്ന് തന്നെ ക്ലാസ്സിൽ കയറുന്നു. കേറാം മിസ്. എന്നാ വാ. ജൂലി അവളെ കൂട്ടി തിരികെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. വീണയെ എങ്ങനെ അറിയാം? എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയാ. ഉഫോ. ജോയിനിങ് ഫോർമാലിറ്റി എല്ലാം കഴിഞ്ഞ് അറ്റൻഡൻസ് രജിസ്റ്ററിൽ അവർ മീരയുടെ പേര് കൂടി എഴുതി ചേർത്തു. വീണ കൊമേഴ്സിലാ. സയൻസിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ സ്റ്റെഫിയോടോ എന്നോടൊക്കെ മോള് ചോദിച്ചാൽ മതി. ശരി മിസ്. ടൈം ടേബിൾ ഞാൻ ശരിയാക്കിയിട്ടില്ല. തൽക്കാലം S2C കയറിക്കോ. സ്റ്റെഫി കാണിച്ചു തരും. തൊട്ടു പിന്നിലുണ്ട് സ്റ്റെഫി മിസ്. അലുമിനിയ സ്റ്റെഫി. ക്ലാസ്സിലും മിടുക്കിയായിരുന്നു. മീര എനിക്കറിയില്ലേ. വാ, ക്ലാസ് ഞാൻ കാട്ടിത്തരാം. വേണ്ട മിസ്, എനിക്കറിയാം. എൻ്റെ ക്ലാസ് അല്ലേ. അത് ശരിയല്ലോ. ഇവർക്കൊന്നും ശരിക്കും ഓർമ്മയില്ലേ? അതോ നന്ദൻ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമാണോ? ഇഷ്ടപ്പെട്ടാൽ ഇങ്ങനാണോ? സ്റ്റാഫ് റൂമിൽ അധിക നേരം നിൽക്കാൻ കഴിയാതെ മാച്ച് ടെക്സ്റ്റ് മേടിച്ച് മീര ഒറ്റയ്ക്ക് ക്ലാസ്സിലേക്ക് പോയി. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. അത്യന്തം സന്തോഷത്തോടെയാണ് അവൾ സ്റ്റേജിൽ കാല് വെച്ചത്. തൻ്റെ ക്ലാസ്. ഒരു മാറ്റവുമില്ല. പണ്ടത്തെ പോലെ കുട്ടികൾ തന്നെ മിഴിച്ചു നോക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കഴിച്ചോ? കഴിച്ചു മിസ്. എന്താ കഴിച്ചേ? അപ്പം, പുട്ട്, ഇഡലിക്ക് ശേഷം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചോദിച്ച് അവൾ കുട്ടികളെ പറ്റി അറിഞ്ഞുകൊണ്ടിരുന്നു. പല ബെഞ്ചുകളിൽ മാറി മാറിയിരുന്ന് കൂടുതൽ കേട്ടറിഞ്ഞു. ഒപ്പം അവളുടെ വിശേഷങ്ങളും പങ്കുവച്ചു. അതേ ക്ലാസ്സിലിരുന്ന് പഠിച്ചതും തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഫ്രണ്ടിനെ പറ്റിയുമൊക്കെ വാതോരാതെ സംസാരിച്ചു. ആ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും നന്ദനോടല്ലാതെ മറ്റാരോടും അത്രയും മിണ്ടിയിട്ടുണ്ടാവില്ല. അടുത്ത പീരീഡ് PT മിസ്. സാറ് ലീവാ. മിസ് കയറോ? ഫസ്റ്റ് ബെഞ്ചിൽ നിന്നാണ് ചോദ്യം. ചോദിച്ചവളെ മറ്റുള്ളവർ ഒറ്റുകാരിയെ പോലെ നോക്കുന്നുണ്ട്. എന്താ മോളുടെ പേര്? മീനാക്ഷി. പഠിപ്പിന്ന് കേട്ടു കളിയാക്കലുകൾ. ബുള്ളിങ് വേണ്ട. ഞാൻ കയറുന്നില്ല. നിങ്ങൾ പോയി കളിച്ചോ. ഏയ് മിസ്, ക്ലാസ് എടുക്കുന്നതിൽ ഞങ്ങൾ ഇപ്പോഴേ പോട്ടെ. ഉച്ചത്തിലുള്ള ആരവത്തോടെ ക്ലാസ് ഒഴിഞ്ഞു. ഫസ്റ്റ് ബെഞ്ചിലെ കുട്ടി ഒഴികെ. മീനാക്ഷി പോണില്ലേ? നോട്ട്സ് എഴുതാനുണ്ട് മിസ്. അതൊക്കെ പിന്നെ എഴുതാം. ചുമ്മാ പുറത്തൊക്കെ പോയിട്ട് വാ മീനാക്ഷി. അവസാന ബെഞ്ചിൽ നിന്നിറങ്ങുന്ന കുട്ടിയെ മീര പിടിച്ചു നിർത്തി. ഡാ, ഇവളെയും കൂടി കൊണ്ടുപോടാ. മീനാക്ഷി വരുമോ എന്ന സംശയത്തിൽ നിൽപ്പുണ്ടവൻ. ബുക്കടച്ചു വെച്ച് മീനാക്ഷി പോകുന്നത് കാണുമ്പോൾ അത് താൻ തന്നെയാണെന്ന് മീരയ്ക്ക് തോന്നിയിരുന്നു. അവൾക്ക് തൻ്റെ ആവശ്യമുണ്ടെന്നും. ഫോൺ കയ്യിൽ പിടിച്ച് മീര ക്ലാസ്സിന് പിന്നിലേക്ക് ലക്ഷ്യമിട്ടു. കണ്ണ് തൊട്ടു മുന്നേ വന്ന മെസ്സേജിലും. അയ്യോ ഓക്കെ. നന്ദൻ ഉറങ്ങിയില്ലേ? യെസ്. സെൻഡ് അമർത്തിയതും അടുത്ത മെസ്സേജ്. ഐ മിസ് യു. ഐ ഡോണ്ട്. കുറുമ്പോടെ അവൾ ബോയ്സിൻ്റെ അവസാന ബെഞ്ചിൽ ഇടം പിടിച്ചിരുന്നു. താൻ വായിച്ചത് തെറ്റിയതാണോന്ന് നന്ദൻ ഉറക്കപ്പിച്ചിൽ കണ്ണ് ചിമ്മവേ ശബ്ദത്തിലെത്തി അടുത്ത മെസ്സേജ്. ഒരു ഫോട്ടോയാണ്. ഡെസ്കിൽ ആരോ കോമ്പസ് കൊണ്ട് കുത്തി വരച്ചത്. മാഞ്ഞു തുടങ്ങിയ തൻ്റെ കൈയക്ഷരത്തെ നന്ദൻ കൂട്ടി വായിച്ചു. നന്ദൻ ആൻഡ് മീര. നന്ദൻ ലവ്സ് മീര എന്ന് എഴുതേണ്ടതാണ്. തൊട്ടടുത്ത് അവൾ തന്നെ ഇരിക്കുമ്പോൾ എങ്ങനെ എഴുതാനാ? അതും ജസ്റ്റ് ഫ്രണ്ടായിരിക്കുമ്പോൾ. ജസ്റ്റ് ഫ്രണ്ടായിട്ടെങ്കിലും അവൾ അടുത്തുള്ളതൊരു ഹരമായിരുന്നില്ലേ? ഒരേ ഇയർഫോൺ കുത്തി ചേർന്നിരുന്ന് നന്ദൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. വന്ന ഉറക്കം പോയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദി താൻ എന്താ ചെയ്യണ്ടേ? രണ്ടും കൽപ്പിച്ചവൻ എയർപോർട്ട് കാതിൽ വെച്ച് നമ്പർ ഡയലിലിട്ടു. ഒരു ബെൽ തികച്ചില്ല. അവൾ ഫോൺ എടുത്ത് ചിരിക്കുന്നു. ഉറക്കമില്ലേ നന്ദ? താനെന്നെ രാവിലെ വളയ്ക്കാൻ ഇറങ്ങിയതാ? ആണെങ്കിൽ ഞാൻ വരില്ല മീര. അങ്ങോട്ടേക്ക് ഞാനില്ല. അവിടെ പർപ്പസൊക്കെ സെറ്റായെങ്കിൽ വേണ്ടാന്നേ. നന്ദൻ അവിടെ തന്നെ നിന്നോ. എന്ത് പർപ്പസ്? അവൾ കളിയാക്കുവാണ്. അത് വിട്. തൻ്റെ ജൂലി മിസ് എന്ത് പറയുന്നു? അവർക്കൊരു പിരി പോയിട്ടുണ്ട്. എന്നോട് ഒടുക്കത്തെ സ്നേഹം. ഞാൻ വന്ന ആ സ്നേഹം അങ്ങ് പോയി കിട്ടും. നീ പിന്നെ എന്തിനാ സെറ്റ് ക്ലിയർ ചെയ്തേ? ടീച്ചിങ് എനക്കും താൻ പിടിക്കും മീര. അത് കങ്കതാൻ വരണമാ. തൻ്റെ അച്ഛന് വാക്ക് കൊടുത്തതും കൂടിയല്ലേ. ബെസ്റ്റ്. അച്ഛൻ എനിക്ക് വേറെ കല്യാണം നോക്കുവാ.
വാട്ട്? രാവിലെ ഏതോ ഒരുത്തൻ്റെ ഫോട്ടോ തന്നിട്ട് പോയി, എന്നോടൊരു വാക്ക് പോലും ചോദിച്ചില്ല. സീരിയസ്ലി? ഉറങ്ങാൻ കിടന്നവൻ ചാടി എണീക്കുന്ന കണ്ടാണ് ബാസി കണ്ണ് തുറക്കുന്നത്. ഒരു 5 മിനിറ്റ് ആ ഫോണിന് റെസ്റ്റ് കൊടുത്ത് കിടന്ന് ഉറങ്ങാൻ നോക്കടാ പുല്ലേ. മച്ചാ, ഞാൻ இந்த വേല വിടണ്ട. പൊട്ടിച്ചിരിക്കാനാണ് മീരയ്ക്ക് തോന്നിയത്. ഇത്ര ഫാസ്റ്റോ? അതേസമയം കണ്ണ് തള്ളി നോക്കി ബാസി. എന്തോന്ന്? സ്റ്റുഡിയോയിൽ പൂണ്ട് കിടന്നുറങ്ങിയ മണികണ്ഠനും കവിനും ഉറക്കത്തിൽ ഞെട്ടിത്തെരിച്ചു. കൊത്താ, എന്നടാ சொல்ற? சாரி மச்சா, லைஃப் மேட்டர்டா, போய்தான் ஆகணும். என்ன மை லைஃப் மேட்டர்? உனக்கு புரியாது மச்சா, போய்தான் ആകണുണ്ടാ. കൊത്ത പുട്രാ അവനെ. നന്ദനെ എല്ലാവരും കൂടി ചവിട്ടിക്കൂട്ടുന്നത് കേൾക്കാൻ നിൽക്കാതെ മീര സ്റ്റാഫ് റൂമിലേക്ക് വിട്ടു. അവിടെ വെപ്രാളത്തിൽ ഓടി നടപ്പാണ് വീണ ചേച്ചി. മാത്സിലുള്ള ഓപ്പണിംഗ് ജൂലി മിസ്സിനോട് തിരക്കൊന്നുമുണ്ട്. ഓപ്പണിംഗ് ഉണ്ട്, അത് താൻ വന്നപ്പോഴേ ചോദിച്ചതാണല്ലോ. HM സോളമൻ സാർ 2 മാസത്തിൽ റിട്ടയർ ആകുമ്പോൾ ദീപ ടീച്ചറാണ് പുതിയ HM. ഡെപ്യൂട്ടി HM പോസ്റ്റിൽ ജൂലി മിസ്സും. ജൂലി മിസ്സിൻ്റെ വേക്കൻസിയിൽ പുതിയ ആൾ വേണ്ടേ? സന്തോഷത്തിൽ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഫോണിൽ ആരോ വിളിച്ചു മരിക്കുന്നു. പരിചയമില്ലാത്ത നമ്പർ. ഹലോ. ഫോൺ കാതോട് ചേർത്ത് മീര പുറത്തിറങ്ങി. മീര അല്ലേ? അതെ, ആരാ? ഞാൻ ഋഷി. തൻ്റെ അച്ഛൻ വിളിക്കാൻ പറഞ്ഞിരുന്നു. കേട്ടതും തറഞ്ഞു നിന്നു മീര. വെപ്രാളത്തിൽ വിരൽ ഡിസ്കണക്ട് ബട്ടണിൽ പ്രസ്സായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നെഞ്ച് മിടിക്കുന്നുണ്ട്. അയാൾ വീണ്ടും വിളിക്കുന്നുമുണ്ട്. ഈ അച്ഛൻ മനുഷ്യന്റെ സമാധാനം കളയും. കോൾ വീണ്ടും കട്ടാക്കി അവൾ ഫോൺ മുറുകെ പിടിച്ചു. നിനക്കെന്താ എടുത്തിട്ട് വേറൊരുത്തനെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൂടേടി? ആൻറ്റോ ബൈക്കിന് മുന്നിലിരുന്ന് തിളച്ചു മറഞ്ഞു. കണ്ണാടിയിൽ കൂടി മീരയെ നോക്കി. ഒരു കുലുക്കവുമില്ല. അവളുടെ കയ്യിലിരുന്ന് ഫോൺ വീണ്ടും ചിലയ്ക്കുന്നുമുണ്ട്. നീ എന്തെങ്കിലും പറഞ്ഞാലല്ലേ ഈ വിളിക്കുന്നവനൊക്കെ നിർത്തൂ? കോൾ കട്ടാക്കുമ്പോൾ ഇവനൊക്കെ മനസ്സിലാക്കിക്കൂടെ? മീരയും തിരിച്ചു ചാടി. ചാറ്റൽ മഴ മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ ഞൊറിഞ്ഞു കുത്തുന്ന മുന്താണിന്ന് മനഃപൂർവ്വം വിടർത്തിയിട്ടതാണ്. മഴത്തുള്ളികളും കാറ്റും അതിനെ ഒന്നിച്ച് കുതിർത്തിട്ടുമുണ്ട്. സാരി ഒതുക്കത്തിൽ പിടിച്ച് മീര മുഖം വീർപ്പിച്ചു. നിനക്കുള്ള കാര്യം പറഞ്ഞാൽ എന്നാടി? എന്നിട്ട് വേണം ഇവനൊക്കെ അച്ഛനോട് പോയി പറഞ്ഞ അച്ഛൻ എൻ്റെ മെക്കിട്ട് കയറാൻ. ഒരു ന്യായവും ന്യായമായി തോന്നിയില്ല ആൻറ്റോയ്ക്ക്. കണ്ണാടിയിൽ കൂടി കണ്ണുരുട്ടാൻ പറ്റാത്തതിൻ്റെ ദേഷ്യവും വീണ്ടും കോൾ വരുന്നതിൻ്റെ ദേഷ്യവും അവൻ്റെ നാവിൽ വിളയാടി. അതോ ഇനി നീ വീണ്ടും അവനെ തേക്കോ? എടി. മറുപടിയൊന്നും കേൾക്കാതെ കണ്ണാടിയിൽ കൂടി ആൻറ്റോ നോക്കുമ്പോൾ പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ നോക്കുന്നു മീര. ചെണഞ്ഞ് പേടിപ്പിക്കാന്ന് വിചാരിക്കണ്ട. അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടേൽ നിർത്തടാ വണ്ടി. മീര ചാടിയിറങ്ങാൻ തിടുക്കം കൂട്ടുന്ന കണ്ട് ആൻറ്റോ ബൈക്ക് സൈഡിൽ ഒതുക്കി നിർത്തിയതും അവൾ ചാടിയിറങ്ങി വേഗത്തിൽ നടന്നു പോയിരുന്നു. ഡീ പെണ്ണെ, മഴ! അവളൊന്നും കേട്ടതായി നടിച്ചില്ല. കുറച്ചു ദൂരമേ ഉള്ളൂ. മഴ പെയ്താലും സാരമില്ല, അവൻ്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ടല്ലോ. ഗേറ്റ് കടക്കുമ്പോൾ അവളുടെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങിയിരുന്നു. ചാറ്റലിന് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. കുട പിടിച്ചപ്പം കുട്ടികളും തേരിയിറങ്ങുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മിസ്. കൊടയിൽ കയറുന്നോ? മീനാക്ഷിയാണ്. വേണ്ടടാ. ദേഷ്യമൊട്ടും പുറത്ത് കാണിക്കാതിരിക്കാൻ ശ്രമിച്ചാണ് മീര മറുപടി കൊടുത്തത്. പണ്ടൊരിക്കൽ നന്ദനോട് പറഞ്ഞതാണ് അപ്പോൾ മനസ്സിലൂടെ ഓടിയത്. സാറിൻ്റെ ഇമോഷണൽ ഇഷ്യൂസ് ക്ലാസ്സിൽ കാണിക്കരുത്. നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസ് കാണാനല്ല ഞങ്ങൾ ക്ലാസ്സിൽ വരുന്നത്. ആലസ്യത്തിൽ ഓർത്ത് ചിരിച്ച് നടക്കുമ്പോഴാണ് ഒന്ന് ഹോണടിക്കുക പോലും ചെയ്യാതെ ഒരു ബുള്ളറ്റ് മുന്നിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുന്നത്. ഓയ്! മഴത്തുള്ളികൾ പടർന്ന വൈറ്റ് ഷർട്ടും ഗ്രേ പാൻസും ഇട്ട് നന്ദൻ. കണ്ടപാടെ ഉള്ളിലെ ടെൻഷൻ പമ്പ കടന്നെന്ന് മാത്രമല്ല, ഹൃദയം മറ്റെന്തിനോ വേണ്ടി കുതിക്കാൻ തുടങ്ങിയിരുന്നു. തന്നെ സാരിയിൽ കണ്ടതിൻ്റെ അമ്പരപ്പ് അവൻ്റെ കണ്ണിലുമുണ്ട്. കയറുന്നോ? വലിച്ച് നെഞ്ചോട് ചേർക്കാൻ തോന്നിയിട്ടും സ്കൂളായത് കൊണ്ട് മാത്രം നന്ദൻ പുഞ്ചിരിയോടെ നിന്നു. ചുറ്റുമുള്ള കുട്ടികളെ നോക്കി വേണ്ടെന്ന് തലയാട്ടി മീര. വൈകിട്ട് എന്താ പരിപാടി? ഒന്ന് കാണാനുള്ള ചോദ്യമാണ്. വൈകിട്ട് പെട്ടെന്നാണ് പിന്നിൽ നിന്നുള്ള ഹോണടി. ചുവന്ന ബലേനോ കണ്ട് ഇരുവരും കൂർപ്പിച്ചു നോക്കി. വൈപ്പർ തുടച്ച ഗ്ലാസിനുള്ളിൽ കൂടി അന്താളിപ്പോടെ തങ്ങളെ നോക്കുന്നു ജൂലി മിസ്. 2 ആഴ്ചത്തെ ലീവ് കഴിഞ്ഞുള്ള വരവാണ്. നന്ദനെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. മിസ്സില്ലാത്ത സമയത്ത് നന്ദൻ്റെ ആപ്ലിക്കേഷൻ നോക്കിയത് ജോൺ സാറായിരുന്നു. അതിൻ്റെ ഞെട്ടലാണ് മുഖത്ത്. കാർ ഗ്ലാസ് താഴ്ത്തി മിസ് തല പുറത്തിട്ടു. മഴ പെയ്യുന്നത് കണ്ടില്ലേ മീര? എന്താ ഇവിടെ വഴിയിൽ? ഞങ്ങൾ ജസ്റ്റ് കണ്ടപ്പോൾ. വണ്ടിയിൽ കയറ്. മുഴുമിക്കാൻ അനുവദിക്കാതെ മിസ് ഓർഡർ ഇട്ടു. കുറച്ചു ദൂരമല്ലേ മിസ്, ഞാൻ നടന്നോളാം. മഴ നനഞ്ഞ് ഓരോന്ന് വരുത്തി വെക്കണ്ട, വന്ന് കയറ്. താൻ ചെല്ല്. നന്ദൻ പറഞ്ഞു കേട്ട് മനസ്സില്ലാ മനസ്സോടെ മീര സാരിത്തുമ്പ് പിടിച്ച് കാറിൽ കയറി. നന്ദനെ നോക്കി കണ്ണുരുട്ടി കാർ കടന്നുപോയി. മിസ്, ഇത് ഞങ്ങളുടെ ലൈഫാണ്. ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. മിസ് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നേ? നന്ദന്റെ ധിക്കാരം നിറഞ്ഞ വാക്കുകളായിരുന്നു ജൂലിയുടെ തലയ്ക്കുള്ളിൽ. 17 വയസ്സിൽ ഇതാണ് അഹങ്കാരമെങ്കിൽ ഇവനൊക്കെ ഇപ്പൊ എന്തായിരിക്കും? മീരയെ കൂട്ടി സ്റ്റാഫ് റൂമിൽ കടന്നതും അവർ ബാഗ് മേശപ്പുറത്തെറിഞ്ഞു. ജോൺ സാർ എവിടെ സ്റ്റെഫി? ലാബ് തുറക്കാൻ പോയേക്കോ മിസ്സേ. സ്റ്റെഫി പറഞ്ഞു കേട്ട് വിരളി പിടിച്ച് നടന്നു ജൂലി. മീര പെട്ടെന്ന് ക്ലാസ്സിലേക്ക് ചെന്നേ.
അതിന് ബെല്ലടിച്ചില്ലല്ലോ. ബെല്ലടിക്കും, നീ ചെല്ല്. ഇവർക്ക് ഭ്രാന്തായോ എന്ന പോലെ അന്തിച്ചു മീര. പാർക്കിങ്ങിൽ ബൈക്ക് വെച്ച് മഴ നനയാതെ ബാഗ് ക്രോസ് ചെയ്തിട്ട് ഓടി വരുന്നുണ്ട് നന്ദൻ. അവൻ ജോയിൻ ചെയ്താൽ ഒരുമിച്ച് പോകാമല്ലോ എന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഈ തള്ള. മിസ് നന്ദൻ. ചെല്ല് മീര. മിസ്സിന്റെ ഒച്ച കൂടിയത് മീര പുറത്തിറങ്ങി. സ്റ്റെഫി മിസ്സും കൂടെ ഇറങ്ങി വരുന്ന കണ്ടവൾ ക്ലാസ്സിലേക്ക് നടന്നു. നന്ദൻ സ്റ്റാഫ് റൂമിലേക്ക് കടക്കുമ്പോൾ ജൂലി മിസ്സും ജോൺ സാറും കൊണ്ടുപിടിച്ച സംസാരമാണ്. നന്ദനെ കണ്ടതും അവർ നിർത്തി. നന്ദ, കയറി വാടാ. ജോൺ സാറിനെ നോക്കി ചിരിച്ച് മിസ്സിന് നേരെ ഭാവങ്ങളില്ലാതെ നന്ദൻ ജോയിനിങ് ലെറ്റർ സാറിനെ ഏൽപ്പിച്ചു. സാറിന്റെ കയ്യിൽ നിന്നത് പിടിച്ചു മേടിച്ച് ജൂലി പരതി നോക്കി. എല്ലാം തൻ്റെ അറിവില്ലാതെ നടന്നത്. വീണയുടെ അനിയനാണെന്ന് പറഞ്ഞപ്പോൾ കൂടുതലും അന്വേഷിച്ചില്ല എന്നതാണ് സത്യം. മീരയോട് ചോദിച്ചപ്പോൾ നല്ല ആളാണെന്നും അവളെ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. എല്ലാവരും പറ്റിച്ചു എന്ന് സാരം. മറുത്തൊന്നും പറയാൻ കഴിയാതെ അവർ അറ്റൻഡൻസ് രജിസ്റ്റർ തുറന്നു നീട്ടി. മീരയുടെ പേരിന് താഴെ നന്ദൻ എന്ന് എഴുതിയതിന് നേർക്ക് അവൻ സൈൻ ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു കൊടുക്ക്, എനിക്ക് ക്ലാസ് ഉണ്ട്. രജിസ്റ്റർ മടക്കി ടേബിളിൽ വെച്ച് മിസ്സ് പോകുമ്പോഴാണ് നന്ദന് ബോധം വീഴുന്നത്. ഈ മിസ്സിന്റെ പ്രശ്നം എന്താ? കാണിച്ച തെണ്ടിത്തരത്തിന് താനാണ് ദേഷ്യം കാണിക്കേണ്ടത്. അത് താൻ കാണിക്കുമായിരുന്നു. താനും മീരയും ഒന്നിച്ചില്ലായിരുന്നെങ്കിൽ. വിടടാ. ജോൺ സാർ അവന്റെ തോളിൽ കൈയിട്ട് പിടിച്ചു. ഈ ടേബിൾ നീ എടുത്തോ. ചുമരിനോട് ചാരിയുള്ള ടേബിൾ. ആ നിലത്തിരുന്നാണ് താൻ കരഞ്ഞത്, തൻ്റെ താളം തെറ്റിയത്. തൊട്ടപ്പുറത്തെ ടേബിളിൽ മീരയുടെ ബാഗുണ്ട്. അവൾ ചാരിയിരുന്ന് കരഞ്ഞ അതേ മേശ. ഒരിക്കലും കാല് കുത്തരുതെന്ന് കരുതി ഇടത്താണല്ലോ താൻ ഇനി ജോലി ചെയ്യേണ്ടതെന്ന് ഓർക്കുമ്പോൾ ഓർമ്മകളിൽ നിന്ന് അവനെ അടർത്തിയത് ജോൺ സാറാണ്. നിർബന്ധിച്ച് ഓരോ ക്ലാസ് റൂമും ടീച്ചേഴ്സിനെയും സാർ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. പോകും വഴിയിൽ S2Cയും കണ്ടു. സ്റ്റേജിൽ തിരിഞ്ഞു നിന്ന് ബോർഡിൽ പൈതഗോറസ് തിയറം എഴുത്താണ് മീര. ആകാംക്ഷയുടെ നന്ദൻ ജനൽ വഴി എത്തി നോക്കുന്നത് കണ്ടതും ജോൺ അവനെ തള്ളി നടത്തിച്ചു. ഇത് നീ ഇതുവരെ വിട്ടിട്ടില്ല അല്ലേ? ഞാനെന്തിനു വിടണം? ജോൺ അവനെയും കൊണ്ട് 4ാം നില കയറി. മീരയുമൊത്ത് കൈപിടിച്ചിരുന്ന പടിക്കെട്ട്. താൻ പിടിച്ചു നിന്ന ഗ്രിൽ കാണുന്നില്ല. അവളെ ചേർത്ത് നിർത്തിയ ചുമരുണ്ട്. മധുരം നിറഞ്ഞ ഓർമ്മകൾ നുണഞ്ഞ് ചെന്നെത്തിയത് പുതുതായി കിട്ടിയ ക്ലാസ്സുകളിലേക്കും. ഇവിടെയാ ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ്. നിനക്ക് ഫസ്റ്റ് ഇയറും മീരയ്ക്ക് സെക്കൻഡ് ഇയറും ആക്കാനാ ജൂലിയുടെ പ്ലാൻ. ഓ, അതാകുമ്പോൾ ഞങ്ങൾ മിണ്ടില്ലല്ലോ. വാടാ. ലഞ്ച് ടൈമിൽ കഴിക്കാനായി സ്റ്റാഫ് റൂമിൽ എല്ലാവരും ഓരോ മേശയ്ക്ക് ചുറ്റും കൂടാറുണ്ട്. വീണയുടെ ഒപ്പമാണ് ദിവസവും മീര കഴിക്കാനിരിക്കാറ്. അവൾ സ്റ്റാഫ് റൂമിലേക്ക് വരുമ്പോൾ നന്ദനെ അടുത്തിരുത്തി വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് വീണ. മീരയെ കണ്ടതും നന്ദൻ അടുത്തേക്കൊരു കസേര നീക്കിയിട്ടു. തൻ്റെ ബാഗിൽ നിന്ന് ചോറ്റുപൊതിയെടുത്ത് മീര കസേരയിൽ ചെന്നിരുന്നു. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് വാരി കഴിക്കുന്ന കണ്ടാണ് ജൂലി മിസ്സിന്റെ വരവ്. മീരേ. എന്താ മിസ്? നന്ദന്റെ പൊതിയിൽ നിന്നെടുത്ത മീൻ കഷ്ണം വായിൽ വെച്ചവൾ ചോദിച്ചു. കഴിച്ചിട്ട് പെട്ടെന്ന് വാ. NSSന്റെ ക്യാമ്പിന്റെ കാര്യം പ്ലാൻ ചെയ്യണം. മീര തലയാട്ടി തിരികെ പ്ലേറ്റിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഈ മിസ്സിനത് എന്ത് പറ്റി? ജൂലി അവരെ തന്നെ തുറപ്പിച്ചു നോക്കി കഴിക്കുന്ന കണ്ടിരുന്നു വീണ. ഡാ, വിശേഷം പറയടാ. ഞാൻ അങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ നാളായി. അവിടെ എന്ത് വിശേഷം? അമ്മയും അങ്കിൾ അവിടെ വന്ന് നിൽക്കാറുണ്ടെന്നൊക്കെ ഉമേഷേട്ടൻ പറഞ്ഞു. ചേച്ചിയും തുടങ്ങി ഒളിയനെ പോലെ. പറയടാ ചെക്ക. അവർക്കിഷ്ടാ ചേച്ചി. അവർക്ക് പണ്ടേ ഇഷ്ടാ. പണ്ടേന്ന് വെച്ചാ? ചോദിച്ചത് മീരയായിരുന്നു. അവർ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട്. അത് കോളേജിൽ ടീച്ചേഴ്സ് എങ്ങനെയോ അറിഞ്ഞ് അമ്മയുടെ വീട്ടിൽ പ്രശ്നമായി പിരിഞ്ഞതാ അവർ. തൻ്റെ ജീവിതം കൺമുന്നിൽ കാണും വേദനയോടെ നോക്കി മീര. എങ്ങനെ? റിലേഷൻഷിപ്പ് വീട്ടിലറിഞ്ഞപ്പോൾ പഠിത്തം നിർത്തിച്ച് അവർ അമ്മയെ നിർബന്ധിച്ച് വേറെ കെട്ടിച്ചു. ബാക്കി അറിയാവുന്ന കാര്യം ചേച്ചി എഴുന്നേറ്റ് പോയിട്ടുണ്ട്. റിലേഷൻഷിപ്പ് അറിയാത്ത ഒരാളെ മാക്സിമം ദൂരെ തേടി കിട്ടിയതാ നാഗർകോവിൽ നിന്ന് എൻ്റെ അച്ഛനെ. അതുകൊണ്ട് അങ്കിൾ കോളേജിൽ നമ്മളെ ഒന്ന് ഒരുമിച്ച് കണ്ടപ്പോൾ ചൂടായത്. കഴിക്കാൻ കഴിയാതെ മീര ചോറിലൂടെ വിരലോടിച്ചു. സാപ്പിടും മീര. മതി. ഭയമാർക്കാ? അറിയില്ല. സ്റ്റാഫ് റൂമിൽ എല്ലാവരും കൈ കഴുകാൻ പുറത്തു പോയിട്ടുണ്ട്. കുഴച്ച ചോറിൽ നിന്നും ഒരു ഉരുള നന്ദൻ അവൾക്ക് നേരെ നീട്ടി. ഒന്നും ആക്കാതെ സാപ്പിട്. ഉള്ളിലെ നൊമ്പരം മറന്ന് മീര ആവേശത്തോടെ ആ പിടിച്ചോറ് സ്വീകരിച്ചു. ഓരോ വറ്റും അവൾ രുചിച്ച് കഴിക്കുന്നത് നന്ദൻ കൗതുകത്തോടെ നോക്കി. കയ്യിൽ ബാക്കിയിരുന്ന 2 വറ്റുകൂടി നന്ദൻ തൻ്റെ നേർക്ക് നീട്ടുന്ന കണ്ടതും മീര വിരലിൽ ആഞ്ഞു കടിച്ചു. പെട്ടെന്നാണ് മീരയെന്നുള്ള ഉച്ചത്തിലുള്ള അലർച്ച. എത്രയെന്ന് വെച്ചാ സഹിക്കാം? അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. മിസ്സിന്റെ ശരിക്കും പ്രശ്നം എന്താ? പൊതിമടക്കി കയ്യിലെടുത്ത് നന്ദൻ തിരിഞ്ഞു നിന്നിരുന്നു. പെട്ടെന്നുള്ള മറുചോദ്യത്തിൽ പതറി നിൽപ്പാണ് ജൂലി. അവളും അവന്റെ താളത്തിനൊത്ത് തുള്ളുമ്പോൾ എന്ത് പറയാനാ? മുഴപ്പിച്ച് നന്ദൻ പുറത്തിറങ്ങിയതിന് പിറകെ അവൻ്റെ ഒപ്പം ഓടിപ്പോയിരുന്നു മീര.
മിസ്സിന്റെ ചൊറിച്ചിൽ വകവയ്ക്കാതെ ഇരുവരും തങ്ങളുടെ ക്ലാസ്സുകളിൽ ചേക്കേറിയിരുന്നു. ഇൻഫൈനൈറ്റ് സീരീസിന്റെ ഇക്വേഷനും സിഗ്മ നൊട്ടേഷനും ബോർഡിൽ എഴുതി വിശദീകരിച്ച് കുട്ടികൾക്ക് നടുവിലൂടെ നടക്കുകയാണ് നന്ദൻ. അവസാന പീരീഡാണ്. ബെല്ലടിക്കാൻ 10 മിനിറ്റ്. എനർജി കുറവായിട്ടും എല്ലാവരും പകർത്തുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് സീരീസ് നമ്മളിനി പഠിക്കും. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഫ്രണ്ട് ബെഞ്ച് മുതൽ അവസാന ബെഞ്ച് വരെ നെടുവീർപ്പിട്ടു. തൊട്ടുമുന്നേ എടുത്ത ബൈനോമിയൽ തിയറത്തിന്റെ ബാക്കി 2 പ്രോബ്ലം ഹോംവർക്കായിട്ട് ചെയ്തിട്ട് വാട്ടോ. സാറ് സമ്മതിക്കൂല. ബാക്ക് ബെഞ്ചിൽ നിന്ന് പ്രണവിന്റെ മുറുമുറുപ്പാണ്. അടുത്ത പഠിക്കാനുള്ളത് അതിന്റെ കണ്ടിന്യൂവേഷൻ ആടാ. ഓ മനസ്സിലായില്ലോ, ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി എടുക്കാം. ഒന്ന് മതിയാക്കിയിട്ടൊരു പാട്ട് പാട് സാർ. അടുത്ത ഹോംവർക്ക് ഒഴിവാക്കാനുള്ള തന്ത്രമാണ് പ്രണവ്. സാർ പാട്ട്. കോറസ് ഏറ്റുപിടിച്ചു. ടെക്സ്റ്റ് മടക്കി നന്ദൻ സ്റ്റേജിന് നടുവിലെ മേശയിൽ ചാരി. എല്ലാവർക്കും ഒന്ന് പോയാൽ മതി. നിങ്ങളോടാരാ ഞാൻ പാടും എന്ന് പറഞ്ഞേ? മീര മിസ്. എന്തൊരൊത്തൊരുമ. പെട്ടെന്ന് നീട്ടിയുള്ള ബെല്ലടി കേൾക്കേണ്ട താമസം വാനരപ്പട കുട നിവർത്തി ഇറങ്ങിയോടി. കാർമേഘങ്ങൾ കനത്തിൽ കൂട്ടിമുട്ടി കണ്ണീർ പൊഴിക്കുമ്പോൾ ഭയന്ന കാറ്റ് വരാന്തകളിൽ ഒളിച്ചു കളിക്കുന്നുണ്ടായിരുന്നു. S2Cയുടെ വരാന്തയിൽ മീര മഴയാസ്വദിച്ച് നിൽക്കുമ്പോഴാണ് മിസ്സേ എന്നുള്ള വിളി. കുട്ടികളൊക്കെ കുടയുമെന്തി സ്ഥലം വിട്ടിട്ട് ഇതിപ്പോ ആരാന്ന് നോക്കുമ്പോൾ മീനാക്ഷി. നിൽക്കും NSS ക്യാമ്പിന് വരണം മിസ്സേ, പക്ഷെ രാത്രിയൊക്കെ നിൽക്കണോണ്ട് എന്നെ വീട്ടിൽ നിന്ന് വിടൂലാന്ന്. 26 വയസ്സായിട്ട് തന്നെ വിടുന്നില്ല. ഈ വീട്ടുകാർക്കൊക്കെ എന്തിൻ്റെ കേടാ. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നീ വീട്ടിലെ നമ്പർ പറഞ്ഞേ. മീനാക്ഷി കൊടുത്ത നമ്പറിൽ മീര അപ്പം തന്നെ വിളിച്ചു. എടുത്തത് അവളുടെ അച്ഛന്. തകർക്കാൻ കിട്ടിയ അവസരം. സാരി തലപ്പ് കാറ്റിൽ പറത്തി മീര ഓടി നടന്നു. നിങ്ങളൊരു പാരന്റ് അല്ലേ? ഈ കുട്ടിയുടെ താല്പര്യങ്ങളനുസരിച്ച് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടവരല്ലേ നിങ്ങൾ? എന്തെല്ലാം കണ്ടന്റ് ഞങ്ങൾ കവർ ചെയ്യും. സ്റ്റാർ ഗേസിംഗ്, ട്രാവലോഗ്, ബോധവൽക്കരണ ക്ലാസ്സുകൾ, അങ്ങനെ എന്തെല്ലാം ഈ കുട്ടിക്ക് നഷ്ടമാകും. ഇതൊക്കെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞാലാണോ നിങ്ങൾക്ക് മനസ്സിലാവുക? റോൾ മോഡലിനെ പോലെ നോക്കുന്നുണ്ട് മീനാക്ഷി. നമുക്കല്ലേ അറിയൂ നമ്മുടെ അവസ്ഥ. ടീച്ചറെ, ഈ പ്രായത്തിലുള്ള പെങ്കൊച്ചുങ്ങൾക്ക് ഇതൊന്നും വേണ്ടേ? അത് നിങ്ങൾക്ക് കൂടെ വരുന്ന ഞങ്ങളെ വിശ്വാസമില്ലേ, അതോ ഈ കുട്ടിയെ വിശ്വാസമില്ലേ? അങ്ങനല്ല ടീച്ചറെ. പിന്നെ എങ്ങനെയാണ് അത്? പിന്നെ ടീച്ചറെ, ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിടാം. മീര കൈവരിയിൽ ചാരി കൈ പുറത്തേക്ക് നീട്ടി. കൈക്കുമ്പിളിൽ മഴത്തുള്ളികൾ തടിച്ചുകൂടുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വിളിക്കും. കുട്ടികളെ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്തം ഞങ്ങൾ മാത്രമല്ല, വീട്ടുകാരും കൂടി കാണിക്കണം. ആവേശത്തിൽ മീര കട്ട് ചെയ്ത് തിരിഞ്ഞതും തൊട്ടുമുന്നിൽ കൈകെട്ടി നന്ദൻ. കളിയാക്ക ചിരിയോടെ. തന്നെ വിടോ വീട്ടിൽ നിന്നാണ് ചിരിയുടെ അർത്ഥം. ചമ്മലോടെ മീര കയ്യിലെ വെള്ളം വീശിയടിച്ചു. അത് തൻ്റെ നേർക്കാണെന്ന് കണ്ട് പൊടുന്നനെ തടഞ്ഞു നന്ദൻ. തുള്ളികൾ ചീറിയടിച്ചത് മീരയുടെ മീത്തും. ഈ സാറ് കുറച്ച് മീനാക്ഷിയുടെ ദേഹത്തും വീണിട്ടുണ്ട്. അയ്യോ സോറി ഡേ. ഇതുപോലും വെള്ളം വീണാലിപ്പോ എന്താ? പ്രണവ് അതിനിടയ്ക്ക് വെള്ളം മീനാക്ഷിയുടെ മേൽ ഒഴിക്കുന്നു. ദാ അങ്ങോട്ട് തിരിയും മുന്നേ ഒരു കൈ വെള്ളം നന്ദന്റെ മുഖത്ത് പതിഞ്ഞ് ഷർട്ടിനുള്ളിൽ ഓർന്നിറങ്ങി. അതിനിടയിൽ അടികൂടി വെള്ളം തെറിപ്പിക്കുന്നുമുണ്ട് കുരുപ്പുകൾ. എന്നാതൊന്ന് നോക്കാൻ ഗ്യാപ്പ് തരണ്ടേ? ചറപറ തൻ്റെ മേൽ വെള്ളം തെറ്റിയടിക്കുന്നു മീര. മീര, കുട്ടികൾ മീര. ഏത് കുട്ടികൾ? മീര ചിമ്മി നോക്കി. ആരുമില്ല. പറ്റിക്കുന്നോ? തുരുതുര വെള്ളം ചീറ്റിയടിച്ച് നനഞ്ഞു കുളിച്ച് നന്ദൻ അവളുടെ ഇരുകൈകളിലും പിടുത്തമിട്ടിരുന്നു. ഇരുവരും കിതപ്പോടെ നോക്കി. സ്കൂളാണ്. നന്ദൻ മെല്ലെ കൈവിട്ടു. ഇരുവരും കൈവരിയിൽ ചാരി പുറത്തേക്ക് കണ്ണട്ടു നിന്നു. സ്റ്റാഫ് റൂമിന് മുന്നിൽ നിന്ന് നോക്കുന്നുണ്ട് ജൂലി മിസ്. ഡാ. നന്ദന്റെ ശബ്ദം കേട്ടാണ് പ്രണവും മീനാക്ഷിയും വെള്ളമൊഴിക്കുന്നത് നിർത്തുന്നത്. മഴ തോർന്നു. നിങ്ങൾ ചെല്ല്. ഇരുവരും ഒരേ കുടയിൽ പോകുന്നത് അവർ 2ാം നിലയിൽ നിന്ന് നോക്കി. അപ്പോഴും ജൂലി മിസ് അതേ നിൽപ്പാണ്. ഇപ്പോഴാ എനിക്ക് ശരിക്കും ഒരു പർപ്പസ് തോന്നുന്ന മീര. നമ്മളിവിടെ വരേണ്ടവരാ. നമ്മളെയാ ഈ സ്കൂളിന് ആവശ്യം. മീര ഒന്ന് പുഞ്ചിരിച്ചു. മീനാക്ഷിയെ കാണുമ്പോൾ തനിക്ക് തോന്നിയ അതേ വികാരം. മഴ നനഞ്ഞാണ് ഇരുവരും സ്റ്റാഫ് റൂമിലേക്ക് ചുവട് വെച്ചത്. അടിമുടി കുളിച്ചു വരുന്ന രണ്ടിനെയും പുച്ഛിച്ച് ജൂലി അകത്തേക്ക് കയറിയിരുന്നു. പിന്നാലെ നന്ദനും മീരയും. വീണ ചേച്ചിയും ബാക്കി സ്റ്റാഫ്സും പോയിട്ടുണ്ട്. മീര ഫാനിന് ചുവട്ടിൽ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെക്കുന്ന കണ്ട് നന്ദൻ +1 ടെക്സ്റ്റ് ഒപ്പം വെച്ചു. നാ ഒന്ന് ഡ്രോപ്പ് പണിട്ടുമാ? മിസ് കേൾക്കാതിരിക്കാൻ ശബ്ദം താഴ്ത്തിയാണ് ചോദ്യം. വീട്ടിലറിഞ്ഞാ? നിങ്ങൾ ഇറങ്ങുന്നുണ്ടോ? ലോക്ക് ചെയ്യാനുള്ളതാ? ഇരുവരുടെയും കുശികുശികൾ സഹിക്കാതെ നിൽപ്പുണ്ട് മിസ്. മീര വന്നേ, ഞാനാക്കിത്തരാം. ഞാൻ ബസ്സിൽ പോയിക്കോളാം മിസ്. ഞാൻ അതുവഴിയാന്ന് പറഞ്ഞില്ലേ. മഴയത്തിന് ഓരോന്ന് വരുത്തി വെക്കണമായിരിക്കും. കേട്ട് പൊട്ടിച്ചിരിക്കാൻ തോന്നിയിട്ടും നന്ദൻ കടിച്ചു പിടിച്ച് വാട്സപ്പിൽ ഓളിയിട്ടു. ശരിക്കും ഇവരാണോ തൻ്റെ അമ്മ? മെസ്സേജ് കണ്ടിട്ടുണ്ടവൾ. തന്നെ പോലെ ചിരിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്. ആ ഡൗട്ട് എനിക്കും ഇല്ലാതില്ല. കല്യാണക്കാരി ഇവരോട് സംസാരിക്കട്ടെ. കെട്ടിയ തന്നെ. എൻ്റെ അച്ഛൻ സമ്മതിച്ചാൽ ഇവർ സമ്മതിക്കില്ല. എന്നാ പണ്ടപ്പോ ഓടിപ്പോലാമാ? ഞാൻ റെഡി. ഇവിടെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്നറിയില്ലേ? ഇതൊരു സ്കൂളാണ്.
മിസ് ചാടിത്തുള്ളുന്നുണ്ട്. അറിയാം മിസ്സേ. നന്ദൻ ബാഗ് ക്രോസ് ചെയ്തിട്ടു. പണ്ട് പറഞ്ഞതൊന്നും മറന്നിട്ടില്ല. മറക്കണ്ട. തൽക്കാലം നന്ദൻ HMന്റെ റൂമിലേക്ക് ചെല്ല്. ദീപ ടീച്ചറിന് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എന്ത് സംസാരിക്കാൻ? അത് ടീച്ചറോട് ചോദിക്കണം. മീര വന്നേ, അടുത്ത മഴയ്ക്ക് മുന്നേ പോകാം. ക്രോധം കൊണ്ട് ചുവന്നിരുന്നു നന്ദൻ. ബാഗ് സ്റ്റാഫ് റൂമിൽ വെച്ചവൻ ഇറങ്ങിപ്പോകുന്നത് തുറിച്ചു നോക്കി നിന്നു മീര. മീര വന്നേ, പോവാം. എങ്ങോട്ട് പോവാൻ? ഞാൻ എങ്ങോട്ടും ഇല്ല. ആദ്യമായാണ് ജൂലി പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റിൻ്റെ ഉഗ്രരൂപം കാണുന്നത്. നന്ദനെ കാത്ത് നിൽപ്പാണ് ദീപ ടീച്ചർ. മേ കമിൻ മാം? കയറി വാ നന്ദ. അകത്ത് കയറി വാതിലടയ്ക്ക് മുന്നേ ജൂലി മിസ്സും അകത്തേക്ക് തള്ളിക്കയറിയിരുന്നു. ക്ഷോഭത്തോടെ ജ്വലിച്ചു നന്ദൻ. മിസ് എന്തിനാ വിളിപ്പിച്ചേ? അത് എങ്ങനെ തുടങ്ങണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ദീപ. നന്ദനെ പറ്റിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ജോയിൻ ചെയ്ത് ഒരു ദിവസം തികഞ്ഞില്ല. എന്ത് കംപ്ലൈൻറ്റ്? ലേഡി സ്റ്റാഫിനോടുള്ള നന്ദൻ്റെ പെരുമാറ്റം. പ്രതീക്ഷിച്ച പോലെ നന്ദൻ ജൂലി മിസ്സിനെ ദഹിപ്പിച്ചു. ഈ മിസ്സിനോടാണോ ഞാൻ മോശമായിട്ട് പെരുമാറിയേ? എന്നോടല്ല, മീരയോട്. അപ്പോൾ കംപ്ലൈൻറ്റ് തന്നത് മീരയായിരിക്കും. അല്ല, മീരയോട് ഞങ്ങളിതിനെപ്പറ്റി ചോദിക്കാനിരിക്കുക. നന്ദൻ പല്ല് ഞെരിച്ചു. എന്നാൽ മിസ് ആദ്യം മീരയോട് ചോദിക്ക്. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്ക്. ഞാൻ ഇവിടൊക്കെ തന്നെ കാണും. പുറത്തിറങ്ങാൻ നന്ദൻ വാതിൽ തുറന്നിട്ട് മടിച്ചു നിന്നു. മാം, ഈ സ്കൂളിൽ എപ്പോഴെങ്കിലും സെക്സ് എഡ്യൂക്കേഷൻ ബോധവൽക്കരണ ക്ലാസ് നടന്നിട്ടുണ്ടോ? ഞാൻ പഠിച്ചപ്പോൾ നടന്നിട്ടില്ല. അതിനുശേഷം നടന്നോന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ പ്ലീസ് ഒന്ന് അറേഞ്ച് ചെയ്യണം. കുട്ടികൾക്ക് മാത്രമല്ല, ഇവിടുത്തെ സ്റ്റാഫ്സിനും കൂടി. വേറെ ഏത് മിസ്സായാലും ദേ ഈ മിസ്സാകാതെ നോക്കണം. തോന്നിയാസം പറയുന്നോടാ. മിസ് പറയുന്നത് പിന്നെ എന്താ? ജൂലി ചാടിക്കടിക്കും മുന്നേ നന്ദൻ വാതിൽ വലിച്ചടച്ചു. മഴയിലൂടെ കാൽ പായിച്ചു. ചോര തിളച്ചു പൊങ്ങുന്നുണ്ട്. അപ്പോഴേക്കും സ്റ്റാഫ് റൂമിൽ നിന്ന് മീര ഓടി വന്നിരുന്നു. എന്താ നന്ദ, എന്താ പ്രശ്നം? അവർക്ക് ഭ്രാന്ത്. താൻ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇവർക്കുണ്ടാക്കിയ പ്രശ്നമൊന്നും പോരെ. മീര പറഞ്ഞു കേട്ടാണ് നന്ദൻ തിരിഞ്ഞു നോക്കുന്നത്. ബാലിൽ തീ പിടിച്ച പോലെ വരുന്നു ജൂലി മിസ്. നിക്കടാ അവിടെ. അവൻ്റെ ഉള്ളിൽ തീ പുകയാൻ തുടങ്ങുകയായിരുന്നു. മീരയുടെ കൈ പിടിച്ച് വേഗത്തിൽ നന്ദൻ സ്റ്റാഫ് റൂം പടികൾ ഓടിക്കയറി. നീ എന്നതാടാ പറഞ്ഞേ? അഹങ്കാരി. അഹങ്കാരി. പിന്നിൽ കേട്ട ശബ്ദം അവഗണിച്ച് നന്ദൻ നോക്കിയത് തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെയാണ്. ഹാ വിടർന്ന മിഴികളെയാണ്. തനിക്കറിയോ, ഇവിടെ ഒരു ലേഡി സ്റ്റാഫിനോട് എൻ്റെ ബിഹേവിയർ ഭയങ്കര മോശമാണ്. ചുമ്മാ. സത്യം. കാണണം. നിറഞ്ഞ പുഞ്ചിരിയിൽ മീര തലകുലുക്കി. 100 വട്ടം സമ്മതം കണ്ണാൽ മുഴിഞ്ഞ്. ജലകണങ്ങൾ മുടിയിൽ നിന്ന് ഊർന്നിറങ്ങി. നെറ്റിയിലൂടെ, മൂക്കിലൂടെ, ചുണ്ടിലേക്ക് കൊതിപ്പിക്കുകയാണവർ. നെറ്റിയിൽ ചുണ്ടമർത്തി നന്ദൻ മൂക്കിൻ തുമ്പിലെ മഴത്തുള്ളി കുടിച്ചിറക്കി. ഡീ മീരെ, നിൽക്കണ നോക്ക്. നന്ദന്റെ കഴുത്തിലൂടെ വിരൽ കോർക്കുന്ന തിരക്കിലായിരുന്നു മീര. നനഞ്ഞ ഉടയാടകൾ കാന്തം പോലെ ഒട്ടി. വർഷങ്ങൾ അകന്നിരുന്നില്ലേ. ഇനിയും കാത്തിരിക്കാൻ കഴിയാതെ ചുണ്ടുകൾ തൻ്റെ ഇണയെ തേടി. ഞാൻ ഫാമിലിയെ കൂട്ടിയിട്ട് വരട്ടാവും വീട്ടുക്ക്. ലഹരിയിൽ വിഹരിച്ചും അധരങ്ങൾ വീണ്ടും കീഴടക്കി. ഒപ്പം സാരിയൻ വിടവിലൂടെ തൻ്റെ ഇടുപ്പിൽ ആദ്യമായി പടർന്ന കൈകളെയും മീര അറിഞ്ഞു. ആ കൈയും തണുപ്പും. ഒന്ന് ചലിക്കാനാകാതെ മതിമറന്ന് നിന്നു പോയിരുന്നു അവൾ. മഹാപാപമല്ലേ അതും മീര. ഒന്നും കാണാൻ കരുത്തില്ലാതെ തിരിഞ്ഞു നിന്നിരുന്നു ജൂലി. തങ്ങൾക്കിടയിൽ എന്തൊക്കെയോ മാറിയില്ലേ? ഇതിന് മുൻപ് കിസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് കിസ് ചെയ്യുമ്പോൾ മറ്റെന്തൊക്കെയോ തോന്നിയില്ലേ? കണ്ണാടിയിലെ മീര ലജ്ജയോടെ നോക്കി. നെറ്റിയിൽ നിന്നും വിരൽ മൂക്കിൻ തുമ്പിലേക്ക് ഉരസിയിറങ്ങി. ഉടലിൽ തഴുകി വയറ്റിൽ തൊട്ടതും ഉള്ളിലൊരു പിടപ്പ്. ഇതൊക്കെ തനിക്ക് മാത്രം തോന്നിയതാണോ? അതോ നന്ദനും തോന്നിക്കാണോ? എന്നത്? ഹാ. ഇയർഫോണിലെ സ്വരം കേട്ടാണ് മീര സ്വബോധത്തിലെത്തുന്നത്. ഹൃദയം പടപടാ തുടിച്ചു. ഹേ, ഒന്നുമില്ല. എന്നമോ എനക്ക് തോന്നിച്ചാന്ന് കേട്ടിയേ. ഞാനൊന്നും ചോദിച്ചില്ല നന്ദ. പോയി. ഇല്ലടാ, നിനക്ക് തോന്നിയതാ. മറുപടിയും പോയി. നീട്ടിയുള്ള ശ്വാസമെടുപ്പ് ഫോണിലൂടെ നുഴഞ്ഞു. മറുവശമുള്ള തവിപ്പ് അതേപോലെയോ അതിനേക്കാൾ ഏറെയോ നന്ദന്റെ ഉള്ളിലും നീറുന്നുണ്ടായിരുന്നു. 3.5 വർഷത്തിന് ശേഷം ഒന്ന് അടുത്ത് കണ്ടതല്ലേ, തോന്നാതിരിക്കോ? കല്യാണച്ചെറുക്കൻ ഇവിടെയായോ കിടപ്പ്? ആരോ സ്റ്റെപ്പുകൾ ഓടിക്കയറിയ ശബ്ദം കേട്ടാണ് നന്ദൻ ടെറസിലെ നിലത്ത് നിന്ന് തലയുയർത്തുന്നത്. അങ്കിളാണ്. എന്നാ അപ്പുറം കോൾ പണ്ടുമാ. പിന്നെന്താ, വെച്ചോ. ആർത്തിയോട് അവൾ ഫോൺ കട്ടാക്കിയത് അവനെ ചിരിപ്പിച്ചിരുന്നു. കുറെ നാൾ കാണാത്ത സ്വഭാവമാണ്. വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. എയർപോർട്ട് പോക്കറ്റിലിട്ട് നന്ദൻ പൊടി തട്ടി എഴുന്നേറ്റു. അങ്കിൾ എപ്പോ വന്നു? ദേ കാലുകുത്തിയതേ ഉള്ളൂ. അപ്പൊ തന്നെ അമ്മ മോന്റെ പെണ്ണ് കാണലിൽ പിടിച്ചു തുടങ്ങി. എന്നാലൊന്ന് ചെറുക്കനെ കണ്ടേക്കാന്ന് ഞാനും കരുതി. മാത്യു കൈവരിയിൽ ചാരി ഇരുട്ടിലൂടെ കണ്ണോടിച്ച് നന്ദനെ സൂക്ഷിച്ചു നോക്കി. കല്യാണക്കലയൊക്കെ വന്നിട്ടുണ്ട്. പോ അങ്കിളെ. നന്ദൻ ചിരിച്ച് മാത്യുവിന്റെ അരികിൽ ഇരിപ്പുറപ്പിച്ചു.
അല്ല, നീ വരുന്നുണ്ടോടാ പെണ്ണ് കാണാൻ? പിന്നെ എൻ്റെ പെണ്ണിനെ കാണാൻ ഞാൻ വരാതെ? ആ, നീ കാണാത്ത പെണ്ണാണല്ലോ. ചിരി വീണ്ടും മിന്നിത്തിളങ്ങി. അവിടെ എന്താ നടക്കാന്നൊന്നും എനിക്കൊരു ഐഡിയയും ഇല്ല അങ്കിൾ. ഒരിക്കൽ ഞാൻ വൃത്തി വാങ്ങിക്കൂട്ടിയതാ. അതെന്തിനായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാം. അതുകൊണ്ടാ ചോദിച്ചാൽ നീ വെറുതെ വന്ന് അവരുടെ BP കൂട്ടണോന്ന്. എന്നായാലും എന്നെ കാണേണ്ടതല്ലേ? എന്നാലും മാത്യു വരുത്തി തല പുകഞ്ഞു. ഡാ നന്ദ, ജനാധിപത്യപരമായിട്ടൊരു വോട്ടെടുപ്പ് നടന്ന നിന്നെ സപ്പോർട്ട് ചെയ്യാനെങ്കിലും ആരെങ്കിലും ആ വീട്ടിൽ കാണൂടാ? വോട്ടെടുപ്പൊക്കെ നടന്നാൽ ഭൂരിപക്ഷം ഉറപ്പാ അങ്കിൾ. പക്ഷെ ജനാധിപത്യപരമായിട്ടാണ് കാര്യങ്ങളെങ്കിൽ വോട്ടെടുപ്പിന്റെ ആവശ്യമില്ലല്ലോ. അവളുടെ സമ്മതം മാത്രം പോരെ. അതെനിക്ക് പണ്ടേ ഉണ്ട്. ദാദാ, ഇതാ ഞാൻ പറഞ്ഞ നീ വരണ്ടാന്ന്. ഊർമിളേ. മാത്യു കൈവരിയിൽ നിന്ന് ചാടിയിറങ്ങി മുറുമുറുത്ത് പടിയിറങ്ങി. അങ്കിൾ, സ്കൂളിലെ ക്യാമ്പ് കഴിഞ്ഞിട്ട് മതി കേട്ടോ. ഇതിന്റെ പേരിൽ ഇനി വല്ല പ്രശ്നമായ പിന്നെ അവളെ ക്യാമ്പിന് വിടൂല. ക്യാമ്പ് കഴിയും വരെ നീ കൈയും കാലം വെച്ച് മര്യാദക്കിരിക്കോ? ഇങ്ങേര്, ഞാൻ ക്യാമ്പിനൊന്നും പോണില്ല. പിറുപിറുത്ത് നന്ദൻ എയർപോർട്ട് കാതിൽ തിരികി. പോകാമെന്ന് വിചാരിച്ചാലും അവളുടെ ലോക്കൽ ഗാർഡിയൻ തന്നെ അടുപ്പിക്കില്ലല്ലോ. കെത്തിക്കേട്. പിറ്റേന്ന് നേരത്തെ തന്നെ ലോക്കൽ ഗാർഡിയൻ സ്കൂളിലെത്തിയിരുന്നു. തൻ്റെ അശ്രദ്ധ കാരണം ഇനി ഒരു വീഴ്ചയും വരാൻ പാടില്ലെന്ന് ഉറപ്പിച്ചാണ് വരവ്. അതേ ശുഷ്കാന്തി വൈകുന്നേരം പൊടി പിടിച്ച ഷെൽഫ് മേച്ചിൽപ്പുറമാക്കുമ്പോഴും ഉണ്ടായിരുന്നു. പഴയ സ്റ്റുഡൻറ് റെക്കോർഡ്സ് ഇവിടെ കാണണ്ടേ സ്റ്റെഫി? എന്തിനാ മിസ്സേ? പണ്ട് ചെയ്തൊരു തെറ്റ് തിരുത്താൻ. എന്ത് തെറ്റ്? നടന്നതെല്ലാം വള്ളിപുള്ളി തെറ്റാതെ വിളമ്പി ജൂലി. ഒക്കെ കേട്ടിരുന്നെങ്കിലും സ്റ്റെഫിക്ക് വലിയ അതിശയമൊന്നും തോന്നിയില്ല. മിസ്സേ, അവരിപ്പോൾ പഴയ ഇള്ള കുട്ടികളൊന്നും അല്ല. എനിക്ക് അവളെൻ്റെ പഴയ സ്റ്റുഡൻ്റാ സ്റ്റെഫി. അയ്യേ, ഈ മിസ് ക്യാമ്പിന്റെ 100 കൂട്ടം കാര്യങ്ങൾ കിടക്കുമ്പോഴാ മിസ്സിന്. മിസ് വന്നേ. പാറ പോലെ നിന്ന ജൂലിയെ സ്റ്റെഫി ഉന്തി S2Cയിലേക്ക് നടത്തിച്ചിരുന്നു. അവിടെയാണ് സ്റ്റാഫ് മീറ്റിംഗ് നടക്കുന്നത്. കുട്ടികളൊക്കെ പോയിട്ടുണ്ട്. പകരം ജോൺ സാറും ദീപ ടീച്ചറും വീണയും മറ്റു സാറന്മാരും ഒക്കെ എത്തിയിട്ടുണ്ട്. മീരയും നന്ദനും ഒഴുകി. ഒരു സമയം പറഞ്ഞാൽ വരാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ചുണ്ടുമുറുക്കി ഫസ്റ്റ് ബെഞ്ചിൽ ദീപ ടീച്ചറുടെ അടുത്ത് തന്നെ ജൂലി ഇടം പിടിച്ചു. ദീപ ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ലല്ലോ. ആ ചെറുക്കൻ കാരണമാണ് ഇപ്പൊ മീര ലേറ്റ് ആകുന്നേ. അല്ലേ, നോക്കിക്കോ, രണ്ടും കൂടി വരുന്നേ. പറഞ്ഞു തീർന്നില്ല. മീര ക്ലാസ്സിലേക്ക് കടന്നതിന് തൊട്ട് പിന്നാലെ വരുന്നുണ്ട് നന്ദൻ. സൊല്ലിട്ട് പോ മീര. നന്ദനെ തിരിഞ്ഞു നോക്കി കണ്ണുരുട്ടി അവളോട് ജൂലി മിസ്സിന്റെ അടുത്തിരുന്നു. തൻ്റെ പഴയ ഇടം. ഒളിച്ചോട്ടം സ്റ്റേജ് 1. മെസ്സേജ് ചെയ്ത് നന്ദൻ ഏറ്റവും പിന്നിൽ ജോൺ സാറിന്റെ അടുത്തിരുന്നു. മുന്നിലിരുന്ന് മെസ്സേജ് വായിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കിയിരുന്നു. സൊല്ലടി. കണ്ണുകൾ കേണു. മീര തല ഇരുപുറം ചലിപ്പിച്ചു. പ്ലീസ്. ഞാൻ കണ്ടുപിടിപ്പ. മെസ്സേജ് ചെയ്തവൻ കണ്ണു കുറിപ്പിച്ചു. എന്നാ കണ്ടുപിടി. ഞാൻ പറയുന്നില്ല. ഏയ് നോ, പ്ലീസ് പ്ലീസ് പ്ലീസ്, സൊല്ലേണ്ടി. ഇല്ല, നീ തന്നെ കണ്ടുപിടി. ഷിറ്റ്. നന്ദൻ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നത് ജൂലി മിസ് നോക്കുന്ന കണ്ടതും അവനൊന്നും നടക്കാത്ത ഭാവത്തിൽ ജോൺ സാറിനെ നോക്കി. ഇത് തുടങ്ങാറായില്ലേ? നിന്റെ കഥകളി കഴിഞ്ഞോ? ഇങ്ങേര് ഒറ്റ എണ്ണത്തിന് ബാക്കിയുള്ളവൻ സന്തോഷിക്കുന്നത് ഇഷ്ടമല്ല. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ദീപ ടീച്ചർ അപ്പോഴേക്കും എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് കയറി. നാളെ മുതൽ തുടങ്ങുന്ന ക്യാമ്പിനെ കുറിച്ചാണ് കൂടുതലും. +2 കുട്ടികൾക്ക് മാത്രമുള്ള 3 ദിവസത്തെ ക്യാമ്പ്. ജൂലി മിസ്സിൻ്റെയും സ്റ്റെഫി മിസ്സിൻ്റെയും കൂടെ ചേർന്ന് മീരയാണ് കൂടുതലും അറേഞ്ച് ചെയ്യുന്നത്. ഇതിപ്പോൾ ലേഡി സ്റ്റാഫ്സ് ഒരുപാട് പേരുണ്ടല്ലോ. ഇത്രയും പേരൊന്നും ആവശ്യമില്ല മിസ്സേ. എന്നാൽ എൻ്റെ പേര് ഒഴിവാക്കിയേക്ക് മിസ്. വീണ പറഞ്ഞു കേട്ടത് മീര പിന്നിലേക്ക് തിരിഞ്ഞു. ചേച്ചി പ്ലീസ് വാ ചേച്ചി, ഞാൻ ഒറ്റയ്ക്കായി പോവും. കണ്ണുകൊണ്ടുള്ള കൊഞ്ചൽ പാതി നന്ദൻ്റെ നേർക്കുമായിരുന്നു. നീ മുന്നിലേക്ക് നോക്കിയിരുന്നേ. വീണ പറഞ്ഞു കേട്ടവൾ ഫ്രണ്ടിലേക്ക് തിരിഞ്ഞതും വീണ തിരിഞ്ഞ് നന്ദനെ ചിറയാൻ തുടങ്ങിയിരുന്നു. നന്ദനാണേൽ കാണാത്ത മട്ടിൽ തലചൊറിയലും. ഇതിൽ ജെൻസാരും ഇല്ലേ? ഈ ജോൺ സാറിന്റെ പേരൊക്കെ എവിടെ? എനിക്ക് മേലെ ദീപ ടീച്ചറെ. ഇത്രയും ചെറുപ്പക്കാര് പിള്ളേര് കിടക്കുമ്പോൾ ഈ കുടുംബം കുട്ടികളും ഉള്ള ഞങ്ങൾ എന്തിനാ ടീച്ചറെ ബുദ്ധിമുട്ടിക്കുന്നേ? ഇതാ നന്ദന്റെ പേര് എഴുതിക്കോ. ഇവനൊക്കെ ആകുമ്പോൾ ചോദിക്കാൻ ആരുമില്ല. ഏയ് ഞാനെങ്ങുമില്ല. അങ്ങോട്ട് ചെല്ലടാ. എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ട് സർ. അല്ലേലും നന്ദൻ ശരിയാവില്ല. ജൂലി മിസ് സപ്പോർട്ട് ചെയ്യുന്ന കേട്ടവൻ ചിരി മറച്ചു. നന്ദൻ ഫസ്റ്റ് ഇയറാ പോരെ? നന്ദൻ ജോണിനെ നോക്കി ചിരിച്ചു. മറ്റൊന്നും ചോദിക്കാതെ ജോണിന്റെ പേര് ജൂലി തന്നെ എഴുതി ചേർത്തിരുന്നു. ഒടുവിൽ മീരയാണ് ഫൈനലൈസ് ചെയ്ത ലിസ്റ്റ് വായിച്ചത്. അതുവരെ ഇല്ലാത്ത ശ്രദ്ധ കൊടുത്ത് കേട്ടിരുന്നു നന്ദൻ. ഇതൊന്നും തൻ്റെ കുഴപ്പമല്ല, ഈ ക്ലാസിന്റെ കുഴപ്പമാണ്. ഈ ബെഞ്ചിന്റെയും ആ ബെഞ്ചിന്റെയും ഒക്കെ കുഴപ്പമാണ്. മീര ഓട്ടക്കണ്ണിൽ അവനെ നോക്കുന്നത് ജൂലിയും ശ്രദ്ധിച്ചു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് മീര ഒന്ന് നിൽക്കണേ. ദീപ ടീച്ചറിനൊരു കാര്യം ചോദിക്കാനുണ്ട്. അതെന്തിനാണെന്ന് ഊഹിക്കാമല്ലോ. നന്ദൻ മുഖം പൊത്തി ചിരിക്കുന്നതും അവർ കണ്ടിരുന്നു. ചിരി കടിച്ചു പിടിച്ചവൻ പെട്ടെന്ന് കൈ ഉയർത്തി. മിസ്, ഞാനൊരു സജഷൻ പറഞ്ഞിരുന്നു. അതിന്റെ കാര്യത്തിൽ വല്ല തീരുമാനമുണ്ടോ? അതിന് പറ്റിയ ഫാക്കൽറ്റി ഒന്നും നമുക്കില്ല നന്ദൻ. ഇവിടത്തെ ഫാക്കൽറ്റിക്ക് സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതാണല്ലോ മിസ് പ്രശ്നം.
അതിന് പുറത്തുനിന്ന് തന്നെ ആരെങ്കിലും കൊണ്ടുവരേണ്ടി വരും. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ അറേഞ്ച് ചെയ്യാം. പിള്ളേരെ വഷളാക്കാൻ ദീപയും കൂടി കൂട്ടു നിൽക്കുവാണോ? ഇതെങ്ങനാ മിസ്സേ കുട്ടികളെ വഷളാക്കുന്നേ? മീര മടി കൂടാതെ ജൂലിയോട് തുറന്നടിച്ചു. കുട്ടികളൊക്കെ നല്ല രീതിയിലെല്ലാം സ്കൂളിൽ നിന്നല്ലേ അറിയേണ്ടത്? അറിയേണ്ടതൊക്കെ അവർ ടെക്സ്റ്റിൽ പഠിക്കുന്നുണ്ടല്ലോ. ഇനി നമ്മളായിട്ട് ഇവറ്റകൾക്ക് ടെക്സ്റ്റിൽ പഠിക്കുന്നത് ജസ്റ്റ് റീപ്രൊഡക്ഷന്റെ ബയോളജി മാത്രം മിസ്സേ. അതിലെ എത്തിക്സ് ഒന്നും കുട്ടികൾക്കാരും പറഞ്ഞു കൊടുക്കാറില്ല. ഞാൻ ഈ സ്കൂളിൽ പഠിച്ചതാ, എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല. എനിക്കും. രണ്ടിന്റെ ഐക്യത മിസ്സിനെ കലി തുള്ളിച്ചു. പുതിയതായിട്ട് വന്നവരാണോ ദീപ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നേ? എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ പോക്കണം കേടിന് കൂട്ടു നിൽക്കില്ല. നിങ്ങളൊക്കെ കൂടി എന്താന്ന് വെച്ചാൽ അയക്കോ. എനിക്ക് ക്യാമ്പിന്റെ കാര്യം നോക്കാനുണ്ട്. ലിസ്റ്റിൽ പേരുള്ള സ്റ്റാഫ്സ് എല്ലാവരും മറക്കാതെ നാളെ നേരത്തെ തന്നെ വന്നേക്കണം. നന്ദന് നേരെ മുഖം പെരുപ്പിച്ച് ജൂലി എണീറ്റു. മീരയും വന്നേ. അവളെയും ഒപ്പം വലിച്ചു തന്നെ ജൂലി ഇറങ്ങിപ്പോയിരുന്നു. ഇത് ശരിയാവില്ല നന്ദൻ. ജൂലി മിസ് ഇത്രയും ഇടഞ്ഞു നിൽക്കുമ്പോൾ മാം, കുട്ടികൾക്ക് വേണ്ടി ഇതുപോലും. ഈ ടോപ്പിക്ക് വിടാം നന്ദൻ. മറുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നി നന്ദൻ മൗനം പാലിച്ചു. ജൂലി മിസ് അത്രയും വിറപ്പിക്കുന്നുണ്ട് എല്ലാവരെയും. വേറൊന്നുമില്ല, നമുക്ക് പിരിയാം. തലയാട്ടി എല്ലാവരും പിരിഞ്ഞു പോയിരുന്നു. വീണയുടെ ഒപ്പം പോകാതെ ജോണിന്റെ ഒപ്പമാണ് നന്ദൻ സ്റ്റാഫ് റൂമിലേക്ക് നടന്നത്. മീര ജൂലി മിസ്സിന്റെ തടവിൽ സ്റ്റാഫ് റൂമിൽ കാണുമെന്ന് കരുതിയപ്പോൾ രണ്ടാളുടെയും പൊടി പോലുമില്ല അവിടെ. നാളെ മുതൽ 3 ദിവസത്തെ ക്യാമ്പാണ്. തനിക്ക് സ്കൂളിൽ വരേണ്ട ആവശ്യവുമില്ല. പോകും മുന്നേ ഒന്ന് സൈറ്റ് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച ഈ മിസ് അവളെ എവിടെ കൊണ്ടുപോയേക്കുവാ? മൂത്ത ഒന്ന് കടത്തിയിട്ട് പോയിട്ടാളാ. മെസ്സേജ് അയച്ച് നന്ദൻ സ്റ്റാഫ് റൂമിന് മുന്നിലെ ചുമരിൽ ചാരി. എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തോന്ന് അവൾ പറയാൻ വന്നതും പറഞ്ഞിട്ടില്ല. എന്നതായിരിക്കും? ചിന്തകളിൽ കാട് കയറി നന്ദൻ താടിയിലെ കുറ്റി രോമങ്ങൾ തടവി. നിന്റെ കല്യാണക്കാര്യം അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ. ബാഗും തൂക്കി പോകാൻ തയ്യാറായി ഇറങ്ങിയിരുന്നു വീണ. അതൊന്ന് എത്രയും പെട്ടെന്ന് നടത്താൻ ഞാനും അമ്മയോട് പറയുന്നുണ്ട്. താങ്ക് യു. നന്ദൻ ചിരിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടും കവിളിൽ ചിരി തെളിഞ്ഞു. അല്ല ചേച്ചി എങ്ങനെ പോവാ? അയ്യോടാ, എന്നെ കൊണ്ടാക്കി നീ ബുദ്ധിമുട്ടണ്ട. കൊണ്ടാക്കേണ്ടവരൊക്കെ ആദ്യം നീ കൊണ്ടാക്ക്, എന്നിട്ട് നിന്നെ ഞാൻ കാണുന്നുണ്ട്. കിട്ടിയ താങ്ങും നന്ദൻ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. എല്ലാ സ്റ്റാഫ്സും പോയി സ്റ്റാഫ് റൂം ഒഴിഞ്ഞിട്ടുണ്ട്. നിവർത്തിക്കെട്ടവൻ ഫോൺ ചെവിയോട് ചേർത്തു. ആദ്യ റിങ്ങിൽ തന്നെ ഫോൺ അറ്റൻഡ് ആയിരുന്നു. ഹായ് പറയും മുന്നേ പരിഭ്രമം നിറഞ്ഞ ശബ്ദമാണ് കാതിൽ തുളഞ്ഞത്. നന്ദ ഒന്ന് പെട്ടെന്ന് വരോ? എങ്ക മീര ഇരിക്ക? 4th ഫ്ലോറിൽ. പെട്ടെന്ന് നന്ദ. കേൾക്കേണ്ട താമസം കാലുകൾ മെയിൻ ബ്ലോക്കിലേക്ക് പാഞ്ഞു. എന്നാച്ച് മീര? കണ്ണുകൾ 4ാം നിലയിൽ സാരിയിൽ 2 രൂപങ്ങളെ കണ്ടിരുന്നു. എന്നടി ആച്ച്? മറുപടി വന്നത് മീരയെന്നുള്ള ജൂലി മിസ്സിന്റെ വിളിയാണ്. കോളും കട്ടായി. എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ പടിക്കെട്ടുകൾ ഓടിക്കയറുന്നുണ്ടായിരുന്നു നന്ദൻ.